ഈ കാണുന്ന നമ്മുടെ വിയന്ന സൂപ്പർവലിയുടെ ചക്കയോട് കൂടിയുള്ള പ്ലാവുകളാണ് കായ്ച്ചു തുടങ്ങി. ഇതൊക്കെയാണ് നമുക്ക് ബാരലിൽ വെച്ച് കായ്പ്പിക്കാൻ പറ്റിയ വേൾഡിലെ ഏറ്റവും ചെറിയ ചക്ക കായ്ക്കുന്ന ആൾ സീസണായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റി പ്ലാവാണ്. നോക്കി വലിയ തെങ്ങിൻ തൈ ചോദിച്ചവർക്കായിട്ട് പുതിയ ലോഡ്. അതെ, പുതിയ ലോഡ്. ഇത് ഇന്നലെ വന്ന ലോഡാണ്. റോസ് കളറായിരിക്കും, പിങ്ക് കളറായിരിക്കും. അതാണ് പിങ്ക് കോക്കനട്ട് എന്നുണ്ട്. ഇതിൻ്റെ വെള്ളത്തിന് ചെറിയൊരു പനിനീരിൻ്റെ മണം പോലെ ചെറിയൊരു ലൈറ്റ് മണം ഉണ്ടാകും കരിക്കിൻ്റെ വെള്ളത്തിന്. കരിക്കും വെള്ളത്തിന് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു വെറൈറ്റിയാണ് പിങ്ക് കോക്കനട്ട്. നമ്മുടെ നാടൻ നെല്ലിയുടെ ഗ്രാഫ്റ്റ് തൈയാണ്. അതാണ് ഈ ചെറുതിലെ കാച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻസ് നഴ്സറിയുടെ ഏറ്റവും പുതിയ ഒരു കളക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി തെങ്ങിൻ തൈയുടെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്, ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം കാഴ്ച നിൽക്കുന്ന വലിയ പ്ലാന്റ്സ്. നിങ്ങളൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ തെങ്ങിൻ തോട്ടമാണെങ്കിലും അല്ലെങ്കിൽ പഴത്തോട്ടാണെങ്കിലും എന്ത് ചെയ്യാനായാലും വലിയ പ്ലാന്റ്സിന്റെ വമ്പൻ കളക്ഷൻ. ഏറ്റവും വലിയ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്ലാന്റുകളെല്ലാം നമ്മുടെ നഴ്സറിയിലുണ്ട്. നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര അമരവിളയിൽ കണ്ണൻകുഴി എന്ന സ്ഥലത്താണ്. ഈ അമരവിള റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് നമ്മുടെ നഴ്സറി. ഓക്കെ, നമുക്ക് കുറച്ച് കളക്ഷൻ കണ്ടല്ലോ. കാണാം. നമ്മുടെ ഗ്രീൻസ് നഴ്സറിയിൽ ഇപ്പോൾ ഒരു 25ഓളം വെറൈറ്റി തെങ്ങിൻ്റെ തൈകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2-3 വെറൈറ്റി, എല്ലാ വെറൈറ്റിയും ഞാൻ പരിചയപ്പെടുത്താം. അതിൽ പ്രധാനപ്പെട്ടത് ആദ്യം ഞാൻ പറയാം. നമുക്കിപ്പോൾ രാംഗംഗ എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ട്. രാംഗംഗ അതായത് ചെന്നൈയിലെ ഉമാപതി ലാബിൽ വികസിപ്പിച്ചെടുത്തൊരു വെറൈറ്റി തെങ്ങാണ്. 2.5 വർഷം ആകുമ്പോൾ അത് കായ്ച്ചു തുടങ്ങും. അതായത് തറ തൊട്ട് കായ്ച്ചു തുടങ്ങും. നമുക്കൊരു 40 വർഷത്തോളം കായ്ഫലം കിട്ടും. അത് തറയിൽ നിന്ന് നമുക്കൊരു 20 വർഷത്തോളം നമുക്ക് തന്നെ തറയിൽ നിന്ന് പറിക്കാൻ പാകത്തിൽ നിന്ന് കായ്ക്കും. അതായത് വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ അത് പറിച്ചെടുക്കാൻ പറ്റും. നാടൻ തേങ്ങ പോലെയാണ് കാണാനായിട്ട്. അതായത് കാണാൻ കാഴ്ചയ്ക്കും വലിപ്പത്തിലും നാടൻ തേങ്ങ പോലെ ഇരിക്കും. നല്ല ഉൾക്കട്ടി ഓയിൽ കണ്ടൻറ്റും ഉള്ള തെങ്ങ് വെറൈറ്റി പെട്ടതാണ് രാംഗംഗ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നടുന്നത് ഈ രാംഗംഗ തെങ്ങാണ്. അതായത് ചെല്ലി ആക്രമണം കുറവായിരിക്കും. അത് ഹൈബ്രിഡാണ്. അത് കാരണമാണ് കൂടുതൽ ആൾക്കാർ, അതായത് കുറച്ച് സ്ഥലം മതി. മറ്റുള്ള തെങ്ങ് നടുന്നതിൻ്റെ അത്രയും സ്ഥലം ഇതിന് വേണ്ട. ഓലയൊക്കെ കുറച്ച് ചെറുതായിരിക്കും. നല്ലൊരു വെറൈറ്റി തെങ്ങാണ് രാംഗംഗ. ഒരു തെങ്ങെങ്കിലും നടാൻ സ്ഥലമുള്ളവർ രാംഗംഗ ഇവിടെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഈ പടത്തിൽ കാണുന്നത് പോലെ ഈ ഫ്ലക്സ് ബോർഡിൽ കാണുന്ന ഇതാണ്. അത് തേങ്ങ തറയിൽ തൊട്ട് കാച്ചിരിക്കുന്നതാണ്. അതാണ് ഈ രാംഗംഗ തെങ്ങ്. ഈ കാണുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ രാംഗംഗ തെങ്ങെന്ന് പറയുന്നത്. അത് ചെറുതിലേ തന്നെ പീലി ഓലകളായി തുടങ്ങിയ തൈകളാണ്. ചെറുപ്പത്തിലേ കായ്ക്കുന്ന നല്ല വെറൈറ്റി തൈയാണ്. ഈ ഇരിക്കുന്നതെല്ലാം നമ്മുടെ രാംഗംഗ തെങ്ങിൻ്റെ തൈകളാണ്. അത് കണ്ടാൽ അറിയാം അതിൻ്റെ ആ തൈയുടെ ക്വാളിറ്റി. ആ തൈകൾ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഇന്ന് നമ്മുടെ കേരളത്തിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന തെങ്ങുകളിൽ മറ്റൊരു വെറൈറ്റി തെങ്ങുണ്ട്, ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി. അതിൻ്റെ ഒരു പ്രത്യേകത പറയുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലത് ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ കൂമ്പ് മണ്ട കുരുത്തോലെ മധുരം കുറവാണ്. അത് കാരണം ചെല്ലിയ ആക്രമണം തീരെ ഉണ്ടാവാറില്ല. തേങ്ങ നല്ല വലിപ്പമുള്ളതാണ്. അതായത് തേങ്ങ ഒരു കൊലയിൽ 15 മുതൽ 30 തേങ്ങ വരെ കായ്ക്കും. തേങ്ങ കൊലയിൽ എണ്ണം കുറച്ച് കായ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ തന്നെ ഏകദേശം പൊതിക്കുമ്പോൾ 1.5 കിലോ മുതൽ 2 കിലോളം തൂക്കം വരും. കരിക്കിനാണെങ്കിൽ 1.5 ലിറ്ററോളം വെള്ളം കിട്ടും. നല്ല ഉൾക്കട്ടി ഓയിൽ കണ്ടൻറ്റുള്ള ഏറ്റവും വലിയ ഇന്ന് നമുക്ക് വേൾഡിൽ കിട്ടാവുന്ന പോലെ വെച്ച് ഏറ്റവും വലിയ തേങ്ങയാണ് നമ്മുടെ ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് തേങ്ങ. അതിൻ്റെ കുറച്ച് തൈകൾ ഞാനൊന്ന് പിഴുത് കാണിക്കാം. ഈ കാണുന്നതാണ്. ഇത് നമ്മുടെ ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി തേങ്ങയാണ്. ഇതെല്ലാം അതിൽ നിന്നാണ്. ഇത് പോളിനേഷൻ നടന്ന് കളർ മാറിയ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഈ ഇരിക്കുന്ന അതിൻ്റെ വലിപ്പം കണ്ടായിരുന്നു തേങ്ങയുടെ. അത് ഞാൻ കുറച്ചധികം ഒന്ന് പിഴുത് കാണിക്കാം. ഇത് നോക്കി, ഓരോ തേങ്ങയുടെ വലിപ്പം നോക്കി. ഇത് നോക്കി എന്തുമാത്രം വലിപ്പമുണ്ടെന്ന് നോക്കി. ഇത് തൊണ്ട് കനം കുറവാണ്, തേങ്ങ നല്ല വലിപ്പം കൂടുതലുള്ളതാണ്. ഇതെല്ലാം ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഈ ഇരിക്കുന്ന എല്ലാം ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതെല്ലാം അത് തന്നെയാണ്. ഇതെല്ലാം അതാ തേങ്ങയുടെ വലിപ്പം കണ്ടായിരുന്നു. ഇത് തേങ്ങയാണ് നമ്മുടെ ആ ശ്രീലങ്കൻ്റെ ഒരു തേങ്ങയുടെ വലിപ്പം നോക്കി. അത് കുലുക്കുമ്പോൾ തന്നെ അത് അറിയാം. എൻ്റെ പടപട സൗണ്ട്, അതിനകത്ത് എത്രമാത്രം വെള്ളം നിറഞ്ഞ് നിൽക്കുന്നു എന്നത് കാണുമ്പോൾ അതറിയാം. ഇത് ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി തേങ്ങയാണ്. ഈ കാണുന്നത് ഇതിലിപ്പോൾ 3 വെറൈറ്റി തൈയുണ്ട്. ഇത് നമ്മൾ തേങ്ങ പാവി അതിൽ കുറച്ച് വലുതാവാൻ വേണ്ടി മാറ്റി വിട്ടുന്ന തൈകളാണ്. ഇത്രയും സൈസാവുന്നവരെ നമുക്ക് വിട്ടയ്ക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ. അതായത് അത്രയും ഓർഡർ ഉള്ളത് കാരണം ഒരു 3 ലീഫ് ആകുമ്പോൾ തന്നെ നമ്മൾ പിഴുതെടുക്കുന്നുണ്ട്. ഇതതിൽ കുറച്ച് മാറ്റി വിട്ടിരുന്ന തെങ്ങുകളാണ്. ഇതിലൊരു 3 വെറൈറ്റി ഉണ്ട്. ഇതായിരിക്കുന്നുണ്ട്. ഇതെല്ലാം പീലി പോലെ തുടങ്ങിയ ഇത്രയും നല്ല കരുത്തുള്ള തൈകളാണ്. DJ സമൃദ്ധിയുണ്ട്. ഇതിൽ ശ്രീലങ്കൻ്റെ ഉണ്ട്, നമ്മുടെ മലേഷ്യൻ്റെ ഗ്രീൻ. 3 വെറൈറ്റി തെങ്ങിൻ്റെ തൈകളാണ് ഈ ഇരിക്കുന്നത്. അത് ഓരോ തൈകൾ അത് കാണുമ്പോൾ അറിയാം. അതിൻ്റെ ആ മൂട് കടവണ്ണം കണ്ടായിരുന്നു. ഇത്രയും കരുത്തുള്ള തൈകളാണ്. ഇത് നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2.5 വർഷമൊക്കെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് നോക്കിയത് കായ്ച്ചു തുടങ്ങും.
അതിൻ്റെ വേരിൻ്റെ എണ്ണം കണ്ടായിരുന്നോ? ഈ തെങ്ങ് നടുമ്പോഴത്തേക്ക് അത് പഴയ ആൾക്കാർക്ക് അറിയാം അതെങ്ങനെയുള്ള തൈയാണ് തിരഞ്ഞെടുത്ത് നടേണ്ടത്. ഇതെല്ലാം നമ്മുടെ നഴ്സറിയിൽ നമ്മൾ തേങ്ങ പാവി മുളപ്പിച്ച് സെയിലിനായിട്ട് ഇതൊക്കെയാണ് നമ്മൾ കവറിൽ മാറ്റി ഇവിടെ വിൽക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ട് ഒരു 2 ആഴ്ചക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇമാതിരിയുള്ള തൈകൾ കിട്ടും. അത് കഴിയുമ്പോഴത്തേക്ക് ഈ വലിയ തൈകളുടെ സ്റ്റോക്ക് തീരും. ഇതെല്ലാം അത് തന്നെയാണ്. ഈ കാണുന്നത് നമ്മുടെ ഫിലിപ്പീൻസിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി കോക്കനട്ടാണ്. അതിലുള്ള തേങ്ങയാണ് ഇതായി ഇരിക്കുന്നത്. ഇരിക്കുന്നുണ്ട്. ഇത് അതിൻ്റെ തേങ്ങയാണ്. ഇത് തേങ്ങയ്ക്കൊരു പ്രത്യേക ഷേപ്പാണ്. തേങ്ങ ഇത് നല്ല വലിപ്പമുള്ളതാണ്. നല്ല വലിപ്പമുള്ള തേങ്ങയാണ്. ഒരു പ്രത്യേക ഷേപ്പാണ്. ആ തേങ്ങ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഉരുണ്ട ബോൾ പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അതിൻ്റെ തൈകൾ ഇതും എൻ്റെ മുളച്ചു തുടങ്ങിയ തൈയാണ്. തൈ കാണുന്ന ഫിലിപ്പീൻസിൻ്റെ നല്ല വലിപ്പമുള്ള തേങ്ങയാണ്. ഫിലിപ്പീൻസിൻ്റെയാണ്. ഞാൻ അതിൻ്റെ ഒരു തൈ ഒന്ന് പിഴുത് കാണിക്കാം. ഇതാണ് ഫിലിപ്പീൻസിൻ്റെ. ഇതിപ്പോൾ ഒരു 3-4 ലീഫായ തൈയാണ്. ഇത് കണ്ടായിരുന്നു ആ തൈയുടെ കരുത്ത് നോക്കി. ഇത് നമുക്ക് കരിക്കിനും തേങ്ങയ്ക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റും. നല്ല ഉൾക്കട്ടി ഓയിൽ കണ്ടൻറ്റുള്ള ഒരു വെറൈറ്റി തേങ്ങയാണ് ഈ ഫിലിപ്പീൻസിൻ്റെ തേങ്ങ. ഇതും നമുക്ക് ധാരാളം വച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി തേങ്ങയാണ് ഫിലിപ്പീൻസിൻ്റെ ഈ കാണുന്ന തേങ്ങ തൈ. ഇതിൻ്റെ തൈ നമുക്ക് ധാരാളം ഇപ്പോൾ നഴ്സറിയിലുണ്ട്. ഇത് ഏകദേശം 2 വർഷം കൊണ്ട് നമ്മൾ നഴ്സറിയിൽ കൊടുത്തു വരികയാണ്. ഈ ഇരിക്കുന്നത് പിങ്ക് കോക്കനട്ട് എന്ന് പറയും. ഇതിപ്പോൾ നമുക്ക് നഴ്സറിയിൽ ഇപ്പോൾ വന്ന് ഒരു 10 ദിവസമായതുള്ള തൈകൾ വന്നു തുടങ്ങിയിട്ട് ഇനി അത് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ധാരാളം പിങ്ക് കോക്കനട്ട് എന്ന് പറയും. അതിന് ചില പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് കരിക്കിന് ആ തൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നോക്കിയേ റോസ് കളറായിരിക്കും, പിങ്ക് കളറായിരിക്കും. അതാണ് പിങ്ക് കോക്കനട്ട് എന്നുണ്ട്. ഇതിൻ്റെ വെള്ളത്തിന് ചെറിയൊരു പനിനീരിൻ്റെ മണം പോലെ ചെറിയൊരു ലൈറ്റ് മണം ഉണ്ടാകും കരിക്കിൻ്റെ വെള്ളത്തിന്. കരിക്കും വെള്ളത്തിന് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു വെറൈറ്റിയാണ് പിങ്ക് കോക്കനട്ട്. ഇതിപ്പോൾ നമ്മുടെ നഴ്സറിയിൽ തൈകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വളരെ കുറച്ച് തൈകളുള്ള വരും ആഴ്ചകളിലും മാസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ധാരാളം തൈ വരും, സ്റ്റോക്ക് വരും. അതിൻ്റെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നഴ്സറിയിൽ റീറ്റെയിലിന് പാകപ്പെടുത്തി വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അതായത് തേങ്ങ പാവി മുളപ്പിക്കുന്ന സ്റ്റോക്ക് യാർഡുകൾ അത് നമ്മൾ വീഡിയോയിൽ അത് കാണിക്കാം. മറ്റ് പല സ്ഥലങ്ങളിലായിട്ടാണ്. ഇപ്പോൾ ഏകദേശം 25ഓളം വെറൈറ്റി ഉള്ളതിൽ നമുക്കിവിടെ റീറ്റെയിൽ സെയിലിനായിട്ടാണ് ഇവിടെ നമ്മൾ കുറേശ്ശെ വെച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് സ്ഥലപരിമിതി ഉള്ളത് കാരണമാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നഴ്സറികൾക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോക്ക് യാർഡിൽ നിന്നാണ് കൂടുതൽ എടുത്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഓരോ ദിവസം ചിലവാകുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ നമ്മുടെ സ്റ്റോക്ക് യാർഡിൽ നിന്ന് കൊണ്ടുവന്ന് അതേപോലെ എല്ലാം ഫില്ല് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇനി പലരും ഇങ്ങനെ വീഡിയോയിൽ പറയുന്നുണ്ട് അതിൻ്റെ വില പറയുന്നില്ല എന്ന്. വില നമ്മൾ ആവശ്യമില്ലാത്തവരെ വില വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മളിവിടെ വരുന്ന കസ്റ്റമറിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓരോ വെറൈറ്റിയുടെയും വില നമ്മൾ അതാത് വെറൈറ്റികൾ നമ്മൾ ഇതേപോലെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകം എഴുതി വെച്ചു വരുന്നവർക്ക് അത് കൃത്യമായിട്ട് വില അറിയാൻ പറ്റും. നമുക്കിവിടെ തെങ്ങിൻതൈയുടെ വില വരുമ്പോഴത്തേക്ക് നാടൻ തെങ്ങിൻതൈ 14 കവറിൽ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം നാടൻ തെങ്ങിൻതൈയാണ്. 130 അതിൻ്റെ വില സ്റ്റാർട്ടിങ്. നമ്മുടെ നഴ്സറിക്ക് ആവശ്യമായ തേങ്ങ പാവി മുളപ്പിച്ച് അതിനെ കവറിലോട്ട് മാറ്റി അതിൻ്റെ വളർച്ച പൂർണ്ണതയിലെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുന്നത് സ്റ്റോക്ക് യാർഡിൽ ഒരെണ്ണമാണ് ഈ കാണുന്നത്. നഴ്സറികൾക്കായാലും തെങ്ങ് ഫാം സെറ്റ് ചെയ്യുന്നവർക്ക് എത്ര ക്വാണ്ടിറ്റി തൈ വേണമെങ്കിലും നമുക്ക് ഹോൾസെയിൽ റേറ്റിന് വേണമെങ്കിലും കൊടുക്കാനായിട്ട് ഇപ്പോൾ സ്റ്റോക്കുണ്ട്. നമ്മുടെ നാട്ടിലെ തെങ്ങുകളെ ഒന്നടങ്കം നശിപ്പിക്കുന്ന കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലി അതാണിപ്പോൾ ആൾക്കാർക്ക് മൊത്തം പേടി തെങ്ങ് വളർത്താനായിട്ട്. അതിനെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ഒരു സൂത്രക്കണി നമ്മുടെ നഴ്സറിയിലുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. അതിൻ്റെ പ്രൊട്ടക്ടർ പൊടിയും ഉണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പരിചയപ്പെടുത്താം. അതായത് ചെമ്പൻചെല്ലി കൊമ്പൻചെല്ലി. അതിൻ്റെ ചെമ്പൻചെല്ലി നിസ്സാരമായിട്ട് പിടിക്കുന്ന ഒരു ട്രാപ്പുണ്ട്. ഇതാണ് എൻ്റെ ബോക്സ്. ഇതാണ്. ഇതിൽ ഒരു പകുതിയോളം വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ വയ്ക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗത്ത് അതായത് ഇതിൻ്റെ കാറ്ററിഡ്ജ് നമ്മുടെ ചെല്ലി പിടിക്കുന്ന ട്രാപ്പിൻ്റെ അതിൻ്റെ ഉപയോഗരീതി എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്തൊരു പകുതിയോളം വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചിട്ട് ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇതിങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടപ്പിൽ ഒരു ഹുക്കുണ്ട്. ആ ഹുക്കിൽ നമ്മുടെ ഈ മരുന്ന് അതായത് കാറ്ററിഡ്ജ് മരുന്ന് ഈ മരുന്ന് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തൂക്കുക. അതിൻ്റെ മരുന്ന് ചെമ്പൻചെല്ലിയുടെ മരുന്ന് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതേപോലെയാണ് വരുന്നത്. ഈ ചെമ്പൻചെല്ലിയുടെ ഈ മരുന്നിൻ്റെ റേറ്റ് 150 രൂപ. കൊമ്പൻചെല്ലിയുടെ മരുന്ന് വരുമ്പോഴത്തേക്ക് അത് 300 രൂപയാണ്. ബോക്സിൻ്റെ വില 200 രൂപയാണ് മൊത്തത്തിൽ. ഇതാണ് എൻ്റെ മരുന്ന് വരുന്നത്. ഈ മരുന്നാണ് നമ്മളത് ഇങ്ങനെ ഇതിനകത്ത് തൂക്കിയിടുന്നത്. അത് തൂക്കിയിട്ടിട്ട് ഇതിന് ഒരു തെങ്ങും തോപ്പുകളിൽ എവിടെയെങ്കിലും ഒരു 4-5 അടി ഹൈറ്റിന് ഈ തെങ്ങ് നിൽക്കുന്ന പരിസരങ്ങളിൽ എവിടെയെങ്കിലും നമ്മളിതിനെ ഇങ്ങനെ ഒന്ന് കെട്ടി തൂക്കിയിട്ടിരുന്നാൽ മതി. ഇത് തൂക്കിയിട്ടിരുന്നാൽ മതി. എല്ലാ ദിവസവും ഇതിനകത്ത് ഇങ്ങനെ ഇഷ്ടംപോലെ ഇതിൻ്റെ മണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അതായത് 1 ഏക്കറിൽ ഒരു 4 എണ്ണം മതിയാവും. ഇതിൻ്റെ 2 കൊമ്പൻചെല്ലി 2 ചെമ്പൻചെല്ലിയുടെ കെട്ടി നമ്മളതിനകത്ത് തൂക്കിയിട്ടിരുന്ന എല്ലാ ദിവസവും നമുക്ക് ഇഷ്ടംപോലെ ഈ ഹോൾ വഴി ഇതിൻ്റെ മണം കൊണ്ട് പറന്നു വരും. പറന്നു വന്ന് ഇതിനകത്ത് വെള്ളം വെച്ചിരിക്കുന്ന ആ വെള്ളത്തിനകത്ത് വീഴും. അതിനെ നമുക്ക് പറക്കി ദിവസവും ചവിട്ടി കൊന്നു കളയുകയോ അല്ലെങ്കിൽ അത് 2-3 ദിവസം വെള്ളത്തിൽ കിടന്നാൽ അതങ്ങനെ നശിച്ചു പോകും. നമ്മുടെ നഴ്സറിയുടെ പരിസരത്ത് നമ്മൾ ഇതിനൊരു 3-4 ട്രാപ്പ് കെട്ടിയിട്ടുണ്ട്. എൻ്റെ ചെല്ലി അതിൽ ദിവസവും ഇങ്ങനെ വീഴുന്നത് നമ്മളിങ്ങനെ പറക്കി അതിനെ ഒരു ബോട്ടിലിൽ ഇട്ട് വയ്ക്കാറുണ്ട്. അതിൽ വീഴുന്നത് അതുണ്ട്. ഇത് നോക്കി, ഇത് ചെമ്പൻചെല്ലി എന്തുമാത്രം ചെല്ലിയെന്ന് നോക്കി. ഇത് നോക്കി, ഇതിൽ ജീവമുള്ളതും ഇത് ഇപ്പോൾ ഒരു ഇതിൽ കുറേ അതിനകത്ത് ജീവമുള്ളതാണ്. അതായത് കുറച്ച് അല്പസമയം വെച്ചിരുന്നതെല്ലാം പറന്നു പോകും. ഇതിനകത്ത് കണ്ടായിരുന്നു.
ചെമ്പഞ്ചല്ലിയാണ്. ഇതാണ് നമ്മുടെ തെങ്ങുകളെ നശിപ്പിക്കുന്നത് ഒന്നടങ്കം. ഇത് 100% എഫക്റ്റീവായ സാധനമാണ്. ഇതിൻ്റെ ട്രാപ്പിൻ്റെ റേറ്റ് ഞാൻ പറയാം. ബോക്സ് 200 രൂപ, ഈ കാറ്ററിഡ്ജ് 150 രൂപ, കൊമ്പഞ്ചല്ലി പിടിക്കുന്ന കാറ്ററിഡ്ജിന് 300 രൂപ. ആകെ കൂടെ വരുന്നത് 300, 500, 650 രൂപയാണ്. ഇത് നമുക്ക് ബോക്സ് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാം. കാറ്ററിഡ്ജ് ഒരു 4-5 മാസം ആകുമ്പോഴത്തേക്ക് അത് മാറ്റി കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ കാണിച്ചത് ചെമ്പഞ്ചല്ലിയുടെ ട്രാപ്പാണ്. ഇത് നമ്മളെ കൊമ്പഞ്ചല്ലി പിടിക്കുന്ന സെയിം അതേ മെത്തേഡ് തന്നെയാണ്, മരുന്ന് വേറെയാണ്, അതേ മെത്തേഡ് തന്നെയാണ്. ഇത് അതേപോലെ കൊമ്പഞ്ചല്ലികളെ പിടിക്കുന്ന അതിൻ്റെ ആ മെത്തേഡാണ്. ഇതും അതിനകത്ത് കണ്ട ഇതിന് എന്തുമാത്രം കിടക്കണം നോക്കി. ഇത്രത്തോളം തെങ്ങുകളെ മൂടോടെ കുത്തിമറിക്കുന്ന ഇത് നോക്കി. ഇത് കണ്ടായിരുന്നോ? ഇത് ഒന്നടങ്കം നമുക്ക് പിടിച്ച് നശിപ്പിക്കാൻ സാധിക്കും. ഇത് പറ്റുമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കേരളം ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകരയാണ് നമ്മുടെ നഴ്സറി. നമ്മൾ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മളത് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ അത് പറഞ്ഞാൽ ഞങ്ങളത് അയച്ചു തരാം. നാം ഇനി ഒരു കാര്യം കൂടെ ചെയ്യുക. തെങ്ങിനെ പൂർണ്ണമായും സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാറ്ററിഡ്ജ്, കൊമ്പഞ്ചല്ലി, ചെമ്പഞ്ചല്ലിയുടെ കാറ്ററിഡ്ജ് കെട്ടി അതിനെ പിടിക്കുന്നത് മാത്രമല്ല, തെങ്ങുകളെ സംരക്ഷിക്കുന്നതിനായിട്ട്, അതായത് ഇതിൻ്റെ മണം കൊണ്ട് ദൂരത്തു നിന്നെല്ലാം പറന്നു വരും. അതിൽ വരുന്നതിൽ ചിലത് നമ്മുടെ തെങ്ങിലോട്ട് കയറി നമ്മൾ തെങ്ങുകളെ കുത്തി നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തെങ്ങിൻ്റെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊടിയുണ്ട്, ചെല്ലി പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു പൊടിയുണ്ട്. ഇതിനെ നമ്മൾ മഴ പെയ്ത് ഒഴുകി വരുന്ന മണലിൽ തുല്യ അളവ് ഇതിൽ നിന്ന് എടുക്കുന്ന വിധം മണലും കൂടെ എടുത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് തെങ്ങിൻ്റെ കുരുന്തുകളിൽ ഇടാൻ പാടില്ല. കുരുന്തിൻ്റെ ഭാഗം പോയിട്ട് ബാക്കിയുള്ള, അതായത് ലാസ്റ്റ് മടലിടേണ്ട ഇടഭാഗങ്ങളിൽ ഓരോ സ്പൂണ് കോരി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മാസം കൂടുമ്പോൾ അത് ചെയ്യേണ്ടി വരും. ഇട്ട് കഴിഞ്ഞാൽ തെങ്ങ് 100% നമുക്ക് സംരക്ഷിച്ച് നമുക്ക് ഇഷ്ടാനുസരണം തേങ്ങ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ മനസ്സ് വെച്ചാൽ അത് അങ്ങനെ ചെയ്ത് നമുക്ക് അതിൻ്റെ തെങ്ങുകളെ സംരക്ഷിക്കാൻ കഴിയും. ഇത് കണ്ടായിരുന്നോ നമ്മുടെ നഴ്സറിയിലെ ബാരലിൽ കാച്ചിരിക്കുന്ന തെങ്ങുകൾ? ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ളത്, അതായത് കായ്ക്കാറായ തടി ആയി തുടങ്ങിയ തൈകൾ വരെ ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളം സ്റ്റോക്കുണ്ട്. എത്ര വേണമെങ്കിലും തരാം. അതായത് ഇത് എവിടേക്കാണ് നടാൻ ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ, ഈ കുറച്ച് സ്ഥലമുള്ളവർക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് നടാം. ഓല ഉണ്ടായിരുന്നു, വലിയ ഓലയാവില്ല. ഇത് ചെറിയ ഓലയായിട്ടൊന്ന് ചെടി പോലെ വീട് മുറ്റത്ത് നട്ട് നമുക്ക് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു തെങ്ങ് വെറൈറ്റിയാണിത്. ആര് കണ്ടാലും ഇതെന്താണ് വെറൈറ്റി, ഇതെന്താണെന്ന് നോക്കിപ്പോവും. അത്രയ്ക്ക് നല്ലതാണ്. അത് പോയിട്ട് ഈ റിസോർട്ടുകളിലൊക്കെ വയ്ക്കാനായിട്ടും ഈ വലിയ എന്തെങ്കിലുമൊക്കെ കാഴ്ച കാണാനായിട്ട് ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ബാരലിൽ വേണമെങ്കിലും തറയിൽ വേണമെങ്കിലും വെച്ച് ചെറുതിലെ തറ തൊട്ട് കാച്ചു തുടങ്ങുന്ന വെറൈറ്റി തെങ്ങിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. നോക്കി, വലിയ തെങ്ങിൻ തൈ ചോദിച്ചവർക്കായിട്ട് പുതിയ ലോഡ്. അതെ, പുതിയ ലോഡ് ഇന്നലെ വന്ന ലോഡാണ്. നേരത്തെ വന്ന ലോഡുകളെല്ലാം കഴിഞ്ഞില്ല. അതിൽ കുറച്ച് തൈകൾ മാറ്റി ഇരിപ്പുണ്ട്. ഇപ്പോൾ എത്ര ഹൈറ്റ് പറയാൻ പറ്റും നമുക്ക്? ഇപ്പോൾ ഇത് ഏകദേശം ഒരു 15 അടി പൊക്കമുള്ളുണ്ട്, 20 അടി പൊക്കമുള്ളുണ്ട്. ഇതൊക്കെ ഒരു 10-12 അടിയോളം ഹൈറ്റ് ഉള്ളതാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വെയിറ്റ് ചെയ്യണം? ഈ ഇരിക്കുന്ന വെറൈറ്റികൾ ഇനി ഏകദേശം 1 വർഷമാകുമ്പോൾ ഒരു 8-10 ഓല വരുമ്പോഴത്തേക്ക് കൂമ്പ് വരും. ഇത് ചെറുതിലെ കായ്ക്കുന്നതാണ്. രാമഗംഗ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അതിന്റെ സണ്ണങ്കി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അതെല്ലാം ചെറുതിൽ കായ്ക്കുന്നതാണ്. ഇത് കവർ സൈസ് 35 വീതിയും 35 ഹൈറ്റും ഉള്ള വലിയ കവറുകളാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വെയിറ്റ് ചെയ്യണം? ഇത് ഇനി ഒരു 8-10 ഓലയാകുമ്പോഴത്തേക്ക് അത് കൂമ്പ് വരും. ഇത് ചെറുതിൽ തറ തൊട്ട് കാച്ചു തുടങ്ങുന്ന വെറൈറ്റി പെട്ട തെങ്ങുകളാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ വമ്പം കളക്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലേ? ഇനി ഇതിലും വരുന്നത് നമുക്ക് കിട്ടാൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം വലിയ തെങ്ങിൻ തൈകളാണ്. നിങ്ങൾക്ക് എത്രമാത്രം ഹൈറ്റ് ഇതിൽ മനസ്സിലാവുന്ന അറിയില്ല. കണ്ടില്ലേ, ഏകദേശം 15 അടിയോളം ഹൈറ്റുള്ള വലിയ തെങ്ങിൻ തൈകളാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിപ്പോൾ തെങ്ങിൻ തോട്ടമൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ്. തടിയായി തുടങ്ങി. കാച്ച തൈകൾ നമുക്ക് ഉണ്ട്, അപ്പുറത്തെ കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്, അത് കാണിക്കാം. ഈ വയൽ പോലുള്ള ചതുപ്പ് സ്ഥലങ്ങൾ മണ്ണ് ഫില്ല് ചെയ്തിട്ട് അവിടെ വയ്ക്കാനാണ് ആൾക്കാർ കൂടുതൽ ഈ പ്ലാന്റുകളുണ്ട്. നമ്മുടെ ഇപ്പോൾ ഏകദേശം മരം പോലുള്ള വലിയ, ഏകദേശം ഒരു 20 അടിയോളം ഹൈറ്റുള്ള വലിയ മാവുണ്ട്. അതിനോടൊപ്പം വയ്ക്കാനായിട്ട് ഈ കായ്ക്കാറായ വലിയ പ്ലാന്റുകൾ, തെങ്ങ്, ഇതൊക്കെ ഇനി ഏകദേശം ഒരു 8-10 മാസം കാച്ചു തുടങ്ങുന്നതാണ്. അതൊരു പെട്ടെന്നൊരു അവർക്കൊരു പഴത്തോട്ടമോ തെങ്ങിൻ തോട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നടാനായിട്ടുള്ള ഏറ്റവും നല്ല വലിയ പ്ലാന്റുകളാണ് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ഈ ലോഡ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഏകദേശം ഒരു 10,000-ഓളം തൈ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഈ വലിയ വെറൈറ്റി ഈ കാണുന്ന ടൈപ്പുകളിൽ. ഈ വലിയ തെങ്ങിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ ഇവിടെ വന്ന് സെലക്ട് ചെയ്യുക. നമുക്ക് തൃശ്ശൂർ വരെ ഡെലിവറി ഉണ്ട്. അത് ചെറിയ പ്ലാന്റുകളാണ്. ഇതിപ്പം ഒരു ദോസ്ത് മിനി ലോറികളിലൊക്കെ ഒരു 15 തൈ നമുക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് കാരണം നമുക്ക് മറ്റ് പ്ലാന്റുകൾ കയറി പോകുന്ന ആ ലോഡിൽ കൂടെ കൊണ്ട് ഡെലിവറി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ വലിയ പ്ലാന്റ്, നമ്മുടെ വലിയ മാവ്, വലിയ പ്ലാവ്, ഈ കാണുന്ന തെങ്ങുകളൊക്കെ ആവശ്യമുള്ളവർ ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് തൃശ്ശൂർ വരെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മുടെ വാഹനം അറേഞ്ച് ചെയ്ത് നമ്മൾ അവിടെ എത്തിച്ചേരുന്നതാണ്. ഈ കാണുന്ന തെങ്ങിൻ്റെ ആയാലും മാവിൻ്റെതായാലും പ്ലാവിൻ്റെതായാലും ഏറ്റവും വലിയ പ്ലാന്റുകൾ സെലക്ട് ചെയ്യുന്നവർ ഇവിടെ വന്ന് പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയും ഞങ്ങളുടെ പണിക്കാർ വന്ന് കിറ്റാച്ചിയുമായിട്ട് വന്ന് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം 50 സെൻറ്റ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഞങ്ങളത് പ്ലാൻ ചെയ്തതായിരിക്കും. കുറച്ച് സ്ഥലമായിട്ട് നമുക്കത് കിറ്റാച്ചിയും ആളുമായിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് 50 സെൻറ്റ് പറഞ്ഞത്. 50 സെൻറ്റിൽ കൂടുതൽ എത്ര ഏക്കർ ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ വന്നത് പ്ലാൻ ചെയ്ത് തരും. മണിക്കൂർ കിറ്റാച്ചിയുടെ വാടകയും വരുന്ന പണിക്കാരുടെ പൈസ മാത്രമേ ഞങ്ങൾ ഈടാക്കുന്നുള്ളൂ. ഇമാതിരിയുള്ള തെങ്ങിൻ്റെ തൈകൾ നിങ്ങൾക്ക് തോട്ടം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര തൈ വേണമെങ്കിലും 1000-ഓ 2000-ഓ വേണമെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ നമ്മുടെ നഴ്സറിയിൽ നേരിട്ട് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോട്ടം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഞങ്ങൾ വന്നത് സെറ്റ് ചെയ്ത് തരും. അതായത് കാണുന്നത് നോക്കിയേ, ഇതെല്ലാം ഇനി ഒരു 8-10 മാസം ആകുമ്പോൾ കാച്ചു തുടങ്ങുന്നതാണ്. ഇത് എല്ലാം തടിയായി തുടങ്ങിയ തൈകളാണ്. ഇത് ചെറുതിലെ കായ്ക്കുന്ന വെറൈറ്റിയാണ്.
അതിൻ്റെ ആ ഓല കാണുമ്പോൾ അറിയാം, ആ തെങ്ങിൻ്റെ ഭംഗി കാണുമ്പോൾ അറിയാം. ആ തെങ്ങ് നോക്കി, അത് അതിൻ്റെ ആ ഒരു പച്ചപ്പും അതിൻ്റെ ആ ഒരു പ്രസരിപ്പും നോക്കി ആ തെങ്ങ് എന്തുമാത്രം നല്ല അത്രയും നല്ല ഗുണമേന്മയുള്ള വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത്. ഇത് രാംഗംഗയാണ്. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് അത് സണ്ണങ്കി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. 2 വെറൈറ്റിയാണ് ഈ ഉയരം കുറഞ്ഞ് കായ്ക്കുന്നത് തെങ്ങ്. അതിൽ ഏറ്റവും നല്ല തൈകളാണ് തൈ കാണുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഇനി കൂമ്പോ വരാനായിട്ടൊരു 7-8 മാസം ആകുമ്പോഴത്തേക്ക് ഇത് കൂമ്പോ തുടങ്ങും. എൻ്റെ മൂടിൻ്റെ ആ വണ്ണം നോക്കി, ഇത് നോക്കി എന്തുമാത്രം പച്ചപ്പായിട്ട് നിൽക്കുന്ന തെങ്ങുകളെന്ന് നോക്കിയത്. തെങ്ങിൻ്റെ തൈകൾ മാത്രമല്ല, കായ്ച്ചു തുടങ്ങിയ തെങ്ങുകൾ വരെ നമ്മുടെ നഴ്സറിയിൽ ധാരാളം ഇപ്പോൾ സ്റ്റോക്കുണ്ട്. നമ്മുടെ നഴ്സറിയിൽ ചെറിയ മാവല്ല, മാവിൻ്റെ അല്ല, അതാണ്ട് കായ്ച്ചു തുടങ്ങിയ വൻമരങ്ങൾ വരെ നമ്മുടെ നഴ്സറിയിലുണ്ട്. വീട് പുതിയതായിട്ട് വെച്ച് പാല് കാച്ചുന്നവർക്ക് മാങ്ങയോട് കൂടിയുള്ള മാവിൻ്റെ മാവ് തൈയല്ല, മരം കൊണ്ട് വയ്ക്കാൻ 35 വീതിയും 35 ഹൈറ്റുമുള്ള വലിയ കവറുകളിലാണ് ഇതായിരിക്കുന്നത്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ തൈകളാണ്. ആവശ്യമുള്ളവർക്ക് നമ്മുടെ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിറ്റാച്ചിയും കൊണ്ട് നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു ഇത് ഇപ്പോൾ നമുക്കിവിടെ ഇരിക്കുന്നതിൽ ഒരു 3 വെറൈറ്റി ഉണ്ട്. ഈ ഇരിക്കുന്ന വലുതിൽ 3 വെറൈറ്റിയാണ് ഈ കാണുന്നതിൽ ഇരിക്കുന്ന വലിയ മാവുകൾ. ഈ കാണുന്നത് നമ്മുടെ ഗൗരി ഗാത്രത്തിൻ്റെ 21 കവറിലിരിക്കുന്ന കുറച്ച് വലിയ തൈകളാണ്. ഇതിൻ്റെയും വലിയ തൈകൾ നമുക്കവിടെ സ്റ്റോക്കിൽ ഇരിപ്പുണ്ട്. ഈ കാണുന്നതെല്ലാം അതാണ് ഗൗരി ഗാത്രത്തിൻ്റെ 21 കവറിലിരിക്കുന്ന തൈകളാണ് ഈ കാണുന്നത്. നമ്മുടെ നഴ്സറിയിൽ കായ്ച്ചിരിക്കുന്ന ധാരാളം വെറൈറ്റി പ്ലാന്റുകളുണ്ട്, ഫ്രൂട്ട് പ്ലാന്റുകൾ. നിങ്ങൾ വന്ന് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് ഇതെല്ലാം കായായിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കോട്ടർകുളം വരിക്ക മാവാണ്. ഇതൊക്കെ ബാരലിൽ നമുക്ക് നട്ട് എല്ലാ വർഷവും ധാരാളം കായ കിട്ടുന്ന ഒരു ഏറ്റവും നല്ല, ഇന്നിപ്പോൾ ട്രിവാൻഡ്രത്തുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാവാണ് ഈ കോട്ടർകുളം വരിക്ക മാവ്. അതിൻ്റെ ധാരാളം പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. അതുപോലുള്ള വെവ്വേറെ വെറൈറ്റികളിൽപ്പെട്ട കായ്ച്ചിരിക്കുന്ന പ്ലാന്റുകൾ ധാരാളം നമ്മുടെ നഴ്സറിയിലുണ്ട്. അതെല്ലാം നിങ്ങൾ വന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തയ്യാറാക്കുന്ന പോട്ടി മിക്സ്, ഉമി ചേർത്ത് തയ്യാറാക്കുന്ന പോട്ടി മിക്സിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത്, നിങ്ങളുടെ വീട് മുറ്റത്തോ ടെറസിൻ്റെ മുകളിലോ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയും ഞങ്ങൾ വന്ന് അത് പ്ലാന്റ് ചെയ്ത് തരുന്നുണ്ട്. അത് ഈ ഇരിക്കുന്ന മാവുണ്ട്. ഇത് നമ്മുടെ കോട്ടർകുളം വരിക്ക മാവാണ്. ഇതിൽ എത്ര മാങ്ങേണ്ടെന്ന് നോക്കി. ഇത് ബാരലിൽ കായ്ച്ചിരിക്കുന്ന കോട്ടർകുളം വരിക്ക മാവാണ്. ഇതിലെല്ലാം എത്ര മാങ്ങേണ്ടെന്ന് നോക്കി. ധാരാളം മാങ്ങ. ഇതിൻ്റെ ഇത് ഇമാതിരിയുള്ള വേറെ പല വെറൈറ്റികളുണ്ട്. ആ വെറൈറ്റിയിൽപ്പെട്ട ഫ്രൂട്ട് പ്ലാന്റുകൾ നിങ്ങൾ വന്ന് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരുന്നതാണ്. എയർ പ്രൂണിംഗ് പോട്ടും പോളിമർ പോട്ടും ലാസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ വളരെ വർഷം കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ബാരലുകളാണ് ഈ കാണുന്നത്. ഇത് 2 പേർക്ക് ഈസി ആയിട്ട് തൂക്കി മാറ്റത്തക്ക രീതിയിലുള്ള കൈപിടികളെല്ലാം തയ്യാറാക്കിയാണ് ഞങ്ങൾ ബാരലുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ബാരലിൽ കാച്ചിരിക്കുന്നത് മരമുന്തിരി, ജബോട്ടിക്കാബയുടെ ഇതെല്ലാം കാച്ച പ്ലാന്റുകളാണ്. ഇതിലെല്ലാം എത്ര കാവുണ്ടെന്ന് നോക്കി. ഇത് കണ്ട കാച്ചു തുടങ്ങി. ഇത് ആൾ സീസണായിട്ട് എപ്പോഴും കായ്ക്കുന്നതാണ്. ഇത് റെഡ് ഹൈബ്രിഡ് വെറൈറ്റി പെട്ടതാണ്. ഇതിലെല്ലാം ധാരാളം കാതിപ്പുണ്ട്. ഇത് നോക്കി ഇതിനകത്ത് നോക്കി. ഇതെല്ലാം നമ്മൾക്ക് ഗ്രാപ്സ് മുന്തിരി പോലെ നമുക്ക് വീട്ടിൽ ഒരു പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും നമുക്ക് ഇതിനകത്ത് നിന്ന് ഫ്രൂട്ട് പറിച്ച് നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സമയത്തും കായ്ക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റിപ്പെട്ട പ്ലാന്റാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ബാരലിൽ വെച്ച് സംരക്ഷിച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് നിറച്ച് കായ്ഫലം തരുന്ന ഒരു നല്ലൊരു ഫ്രൂട്ടാണ് ഈ കാണുന്ന മരമുന്തിരി. ഇത് വേണമെങ്കിലും നമ്മുടെ നഴ്സറിയിൽ ഇതിൻ്റെ ഒരു 4-5 വെറൈറ്റി ഉണ്ട്. നിങ്ങൾ വന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് ബാരലിൽ നിങ്ങളെ വീട്ടിൽ സെറ്റ് ചെയ്ത് തരും. ഞങ്ങൾ ഈ ബാരലിൽ മാത്രമല്ല പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാഴ്ശൂന്യമായി കിടക്കുന്ന എത്ര ഏക്കർ സ്ഥലമുണ്ടെങ്കിലും ഞങ്ങൾ കിറ്റാച്ചിയും നമ്മുടെ പണിക്കാരുമായിട്ട് വന്ന് നിങ്ങൾ വന്ന് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ്, അതിന് അഡീഷണൽ ചാർജുകളൊന്നും ഇല്ലാതെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റിൻ്റെ റേറ്റും കിറ്റാച്ചിയുടെ പൈസ, വരുന്ന പണിക്കാരുടെ പൈസ, അത് മാത്രം ഞങ്ങൾ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഏത് പ്ലാന്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അത് തിരുവനന്തപുരം ജില്ലയിൽ എവിടെയും ഞങ്ങൾ വന്ന് പ്ലാന്റ് ചെയ്ത് തരുന്നതാണ്. ഇത് ഏതാണ് വെറൈറ്റി എന്നറിയോ? ആഞ്ഞിലി, അയണിച്ചക്ക. നമ്മളിവിടെ അയണിച്ചക്ക എന്ന് പറയും. ആഞ്ഞിലി, അതായത് തമിഴ്നാട്ടിൽ ഇത് മുറിച്ച് കഴിഞ്ഞാൽ ജയിലിൽ പോകും. ആഞ്ഞിലി മരം മുറിക്കാൻ പാടില്ല. അതിൻ്റെ ഫ്രൂട്ട് പക്ഷികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിയമമുണ്ട്. ആഞ്ഞിലി മരം മുറിക്കാൻ പാടില്ല. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അത് കാണാനില്ല. അതായത് ആഞ്ഞിലി മരം നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും വലിയ മരമായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല. അത് പക്ഷികൾ ഭക്ഷിച്ചിട്ട് പോകും, തറയിൽ വീഴും. പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് കയറി പറിച്ച് നല്ലൊരു വെറൈറ്റി ഫ്രൂട്ടായിട്ട് ആൾക്കാരിങ്ങനെ ധാരാളം പോഷക ഗുണമുള്ളൊരു ഫ്രൂട്ടായതുകൊണ്ട് പണ്ട് സ്ഥിരം ആ സീസണിൽ എല്ലാവരും ഇങ്ങനെ ഇഷ്ടംപോലെ പറിച്ച് കഴിക്കുന്ന ഒരു ഫ്രൂട്ടായിരുന്നു. ഇപ്പോൾ അത് കാണാനില്ല. ഇതിപ്പോൾ നമ്മുടെ ഫാമിൽ ഇതിൻ്റെ തൈകൾ ധാരാളമുണ്ട്. അയണിച്ചക്കയുടെ തൈ ധാരാളമുണ്ട്. ഇതിപ്പോൾ ഒരു 25 തൈ കട്ടപ്പന അവിടെ ഒരു ഫാമിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടെ നമ്മുടെ നെയ്യാറ്റിക്കര ഗ്രീൻസ് നഴ്സറി വന്ന് എടുത്തിട്ട് പോകുന്നതാണ്. കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർക്ക് കൂടുതൽ വേണം. 3 ഏക്കറോളം സ്ഥലത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പരീക്ഷണാർത്ഥം ആദ്യം വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് 25 തൈ അവർ ഇപ്പോൾ രാവിലെ വന്ന് എടുത്തിട്ട് പോകുന്നതാണ്. ഇന്നലെ എന്നെ വിളിച്ചു. ഇന്നിപ്പോൾ രാവിലെ വന്ന് അവരെടുത്തിട്ട് പോകുന്നതാണ്. വണ്ടി അയച്ചു, ഡ്രൈവറും വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അത് കയറ്റി വിടുകയാണ്. കട്ടപ്പനയ്ക്ക് കൊണ്ടുപോകുന്നതാണ്. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ തൈകൾ. ഇപ്പോൾ ഏകദേശം അതൊരു 3, 6, 7ഓളം ലീഫായിട്ടുണ്ട്. എൻ്റെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ബഡ് തൈയാണ്. കണ്ടാൽ അറിയാം. ഇതിൻ്റെ അണി ചക്കയുടെ കുരു മുളപ്പിച്ച് അതിൽ ഞങ്ങൾ നല്ല വരിക്ക ആഞ്ഞിലിയിൽ നിന്ന് അതിൻ്റെ ബഡ് എടുത്ത് ഒട്ടിച്ച് ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന തൈയാണ്. ഇത് മറ്റൊരിടത്ത് അധികം കാണാറില്ല. ഞങ്ങളുടെ നഴ്സറിയിൽ എത്ര വേണമെങ്കിലും തരാനായിട്ടുണ്ട്, ധാരാളമുണ്ട്. വിദേശത്തു നിന്ന് ഓരോ ആൾക്കാർ ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ തൈകൾക്ക് വേണ്ടിയിട്ട് ധാരാളം വിളിച്ച് അവരെ ബന്ധുക്കളെയൊക്കെ അയച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്.
ഈ കാണുന്നത് നമ്മുടെ ചുവന്ന ചക്കച്ചുളകളുള്ള തായ്ലാൻഡ് റെഡ് അതിൻ്റെ വലിയ പ്ലാന്റുകളാണ്. ഇത് ഏകദേശം ഒരു 10 അടിയോളം പൊക്കമുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഈ ഇരിക്കുന്നതെല്ലാം അതാണ്. ഇത് നമ്മുടെ സിദ്ധു ജാക്കിൻ്റെ ഇതും ചുവന്ന ചക്കച്ചുളകളാണ്. സിദ്ധു ജാക്കിൻ്റെ വലിയ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇത് ഏകദേശം ഒരു 7 അടി കൂടുതൽ ഹൈറ്റുള്ളതാണ്. ഈ കാണുന്ന നമ്മുടെ വിയന്ന സൂപ്പർ ഏർലിയുടെ ചക്കയോട് കൂടിയുള്ള പ്ലാവുകളാണ് കാച്ചു തുടങ്ങി. ഇതൊക്കെയാണ് നമുക്ക് ബാരലിൽ വെച്ച് കായ്പ്പിക്കാൻ പറ്റിയ വേൾഡിലെ ഏറ്റവും ചെറുതിൽ ചക്ക കായ്ക്കുന്ന ആൾ സീസണായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റി പ്ലാവാണ് ഈ വിയന്ന സൂപ്പർ ഏർലി പ്ലാവ്. അതിൻ്റെ കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്നതെല്ലാം ചക്കയോട് കൂടിയുള്ള പ്ലാന്റ്. പ്ലാവിൻ്റെ ഏകദേശം ഒരു 40ഓളം വെറൈറ്റി പല റേഞ്ചിലുള്ള, അതായത് ചെറുതും വലുതുമായിട്ടുള്ള പ്ലാവിൻ്റെ ഒരു 40ഓളം വെറൈറ്റി പ്ലാവിൻ്റെ തൈകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ കാണുന്നത് നമ്മുടെ കോട്ടർക്കുടം വരിക്ക മാവിൻ്റെ ഏകദേശം ഒരു 15 അടി കൂടുതൽ ഹൈറ്റുള്ള വലിയ മാവ് മരങ്ങളാണ് ഈ കാണുന്നത്. ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. കഴിഞ്ഞ സീസണിലൊക്കെ നിറച്ച് കായായിട്ടിരുന്നത്, ഇതിൽ കൂടെ ഉള്ളതൊക്കെ കായായിട്ടിരുന്നതാണ്. ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. ഇപ്പോഴും അതിനകത്ത് ചിലതിലൊക്കെ കാകളുണ്ട്. ഇത് നമ്മുടെ കോട്ടർക്കുടം വരിക്ക മാവിൻ്റെ വലിയ മാവുകളാണ് ഈ ഇരിക്കുന്നത്. അത്രയും ഇത് ഈ കാണുന്നതാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ കാച്ചു തുടങ്ങിയ കായോടുകൂടിയുള്ള പ്ലാന്റുകൾ. ഇത് ചെറുതിലെ ഇത് കായായി തുടങ്ങിയതാണ്. ഇതിലെല്ലാം കായുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ഫ്രൂട്ട് നമ്മൾ വായിൽ അലിയിച്ച് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് പുളിയുള്ള നമ്മൾ എന്ത് കഴിച്ചാലും, നാരങ്ങ നമ്മൾ വെള്ളത്തിൽ പഞ്ചസാര പിഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2 മണിക്കൂർ വരെ പുളിയുള്ള എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും. ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ എറണാകുളത്ത് നിന്ന് കുറച്ച് തെങ്ങിൻ്റെ വെറൈറ്റി പ്ലാന്റുകൾ നോക്കി വന്ന സാറാണ് 4 പേരും. അപ്പോൾ അവർക്ക് ഞാനൊന്ന് മിറാക്കിൾ ഫ്രൂട്ട് കൊടുത്തിട്ട് അതെങ്ങനെയാണ് അവർക്ക് അത് ഫീൽ ചെയ്യുന്ന രീതി ഒന്ന് നമുക്ക് കാണാം, നോക്കാം. സാറേ ഇത് ഒരെണ്ണം ഒന്ന് വായിൽ അലിയിച്ച് നോക്കണം. 1 മിനിറ്റ്. കുരു കടിച്ച് പൊട്ടിക്കട്ടെ. കുരുവിനൊരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് ആ ജെല്ല് ഒന്ന് വായിൽ പുറലാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വായിൽ ബാക്കി ഉള്ളിലിട്ടിട്ടേ ആ തോല നിളക്കിയിട്ട് ചോക്ലേറ്റ് ഉള്ള നമ്മുടെ വായിൽ ആ ജെല്ലൊന്ന് പുരണ്ടാൽ മതി. 1 മിനിറ്റ്. ഞാൻ എന്നിട്ട് നാരങ്ങ കട്ട് ചെയ്ത് തരാം. ഇത് നമ്മുടെ സാധാ നാരങ്ങയാണ്. അത് ഒന്ന് വായിലൊന്ന് പുരണ്ടായിരുന്നു, ആ ജെല്ലൊന്ന് പുരണ്ടായിരുന്നു. 1 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് 2 മണിക്കൂർ വരെ ഇനി പുളികൾ എന്ത് കഴിച്ചാലും മതി. ഈ ഡയബറ്റിക് ഉള്ളവർക്ക് നല്ലതാണ്. ഒരു ഫ്രൂട്ട് ഇങ്ങനെ ഒന്ന് വായിൽ അലിയിച്ചിട്ട് നമ്മൾ നാരങ്ങ വെറുതെ വെള്ളത്തിൽ പിഴിഞ്ഞ് കുടിച്ച് കഴിഞ്ഞാൽ പഞ്ചസാര വേണ്ട, പഞ്ചസാര ഇട്ടതുപോലെ നല്ല മധുരമായി 2 മണിക്കൂർ വരെ നിൽക്കുന്നുണ്ട്. പുളികൾ എന്ത് കഴിച്ചാലും ആ ഒരു ഫീലുണ്ടാകും. ഇത് ഞങ്ങളിവിടെ വരുന്നവർക്ക് ഇങ്ങനെ നാരങ്ങ കട്ട് ചെയ്ത് മിറാക്കിൾ ഫ്രൂട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. അവർക്കൊരു സന്തോഷം. ചെടിച്ചട്ടിയിലോ വേണമെങ്കിലും വെച്ച് കായ്പ്പിക്കാം. വലിയ മരമല്ല, ചെറിയ. ഇത് ആഫ്രിക്കൻ മരാന്തരങ്ങളിൽ നിന്ന് കൊണ്ടുവന്നൊരു വെറൈറ്റി ചെടിയാണ് ഈ മിറാക്കിൾ ഫ്രൂട്ട്. സാർ ഇനി ഒന്ന് വായിൽ അലിയിച്ച് നോക്കി. 1 മിനിറ്റ് ആയിപ്പോൾ ഒന്ന് അത് നാക്കിൽ തൊട്ടൊന്ന് അലിയിച്ച് നോക്കി സാറേ. ഓക്കെ സാർ കഴിച്ചിട്ട് അത് എങ്ങനെയാണ് ഫീൽ ചെയ്യണമെന്നൊന്ന്. എങ്ങനെയുണ്ട്? പുളിയില്ല, നല്ല മധുരമില്ലേ? നല്ല തേന് കഴിച്ച പോലെ മധുരം. മധുരമായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. സാറേ ഈ നാരങ്ങ വെള്ളം കൊണ്ടൊന്ന് പിടിച്ചു. ഇത് വെറുതെ വെള്ളത്തിൽ ഞങ്ങൾ നാരങ്ങ പിഴിഞ്ഞാണ്. പഞ്ചസാര ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല. സാർ അതൊന്ന് കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ എങ്ങനെയാണ് ഫീൽ ചെയ്യണമെന്ന് പറയും. പുളിയൊന്നുമില്ല, ചെറിയ മധുരം പോലെ. ചെറിയ മധുരമുള്ളൂ, നല്ല മധുരമില്ലേ? പഞ്ചസാര ഇട്ട പോലെ നല്ല മധുരം. ഞാനത് അധികം നേരം ഇട്ടില്ല, അതുകൊണ്ട് 1 മിനിറ്റ് നമ്മൾ വായിൽ അലിയിച്ച് 1 മിനിറ്റ്. ഇതിൽ പഞ്ചസാര ഇടാത്തതാണോ? ഒന്നും ഇട്ടില്ല, പഞ്ചസാര ഇട്ടിട്ടില്ല, വെറുതെ വെള്ളത്തിൽ പിഴിഞ്ഞതാണ്. അതെ. അല്ല, ആൾക്കാർക്ക് പറഞ്ഞാൽ ആദ്യം വിശ്വസിക്കില്ല. ഈ നമ്മൾ നാരങ്ങ കട്ടി ഫ്രൂട്ടും കൊടുത്ത് അവരത് പരീക്ഷിച്ച് അവർക്ക് അതിൻ്റെ അതെന്താണ് ബോധ്യം വന്നാലും അവർ വിശ്വസിക്കില്ല. ഇത്രയും വിശ്വാസം വരില്ല. സെയിം. അതെ. ഷുഗറുള്ളവർക്കൊക്കെ ശരിക്കും നല്ലതായിട്ട് നല്ലതല്ലേ? കാരണം ഷുഗർ ഇല്ലാണ്ട് ഇതൊരു കാന്താരിമുളകിന്റെ അത്രേ വലിപ്പമുള്ളൂ. ഇത് ആൾ സീസണാണ്, എപ്പോഴും കായ്ക്കും. ഒരു ചെടി നമ്മളെ വീട് മുറ്റത്ത് നട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ഗസ്റ്റ് വീട്ടിൽ വന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ പറിച്ചു അവർക്കൊരു സന്തോഷമായിരിക്കും. അതെ. ഈ കാണുന്നത് വേൾഡിൽ ഏറ്റവും കൂടുതൽ വിലയുണ്ടെന്ന് അറിയപ്പെടുന്ന മിയാസാക്കി മാവിൻ്റെ തൈകളാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള തൈകളുണ്ട്. ബഡ് തൈയുണ്ട്, കൊണ്ട ഗ്രാഫ്റ്റ് തൈയുണ്ട്. ഈ കാണുന്നതെല്ലാം മിയാസാക്കിയുടെ തൈകളാണ് ഈ കാണുന്നത്. ഇത് എവിടെ ഇരിക്കുന്നത്? ഇത് നാംഡോക്കുമായുടെ 2 കളറുണ്ട്. നാംഡോക്കുമായുടെ പർപ്പിൾ വെറൈറ്റി ഉണ്ട്, ഗോൾഡ് വെറൈറ്റി ഉണ്ട്. ഗോൾഡ് വെറൈറ്റിയും 2 വെറൈറ്റി അവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ് ഈ കാണുന്നത്. മാവിൻ്റെ ആർട്ടുവിട്ട് മാവ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൈകളാണ്. അതിൻ്റെ ചെറിയ തൈയാണ് ഈ കാണുന്നത്. ആപ്പിൾ റൊമേനിയ എന്ന് പറഞ്ഞിട്ടൊരു മാവിൻ്റെ വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഓരോരോ വെറൈറ്റി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇത് ചില്ലി മാംഗോ, അതായത് നമ്മുടെ ബജ്ജിമുളക് പോലെ ഉള്ളൊരു മാവാണ്, അമേരിക്കൻ്റെയാണ്. ഈ കാണുന്നത് ചില്ലി മാംഗോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി മാവാണ് കാണുന്നത്. ഇവിടെ ഈ ഇരിക്കുന്നത് ഇത് നാംഡോക്കുമായുടെ വലിപ്പം കൂടുതലുള്ള, ഇതെല്ലാം കാച്ചു തുടങ്ങിയ തൈകളാണ്. ഇതെല്ലാം ബാരൽ കായതാണ്. ഇതും കാച്ചു തുടങ്ങിയ പ്ലാന്റാണ് ഈ കാണുന്നത്. കോട്ടർക്കുടം വരിക്കയുടെ മാവുകളാണ്. ചെറുതും വലുതുമായിട്ടുള്ള കോട്ടർക്കുടം വരിക്ക മാവിൻ്റെ ഇതെല്ലാം കാച്ചു തുടങ്ങിയ തൈകളാണ് അതായിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം മാവ് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 150 മുതലാണ് സ്റ്റാർട്ടിങ്. അതിൻ്റെ വലിയ മരങ്ങളായിട്ടുള്ള വലിയ പ്ലാന്റുകളും നമുക്ക് നഴ്സറിയിലുണ്ട്. ഇതൊക്കെ നമുക്ക് ബാരലിൽ വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന വെറൈറ്റികളാണ് ഈ ഇരിക്കുന്നതെല്ലാം. ഇതിൻ്റെ വെള്ളരി മാവ് ഇപ്പോൾ കാണാനില്ല. അച്ചാറിനൊക്കെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള മാവാണ് വെള്ളരി മാവിൻ്റെയും ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളം ഉണ്ട്. നമ്മുടെ നാടൻ നെല്ലിയുടെ ഗ്രാഫ്റ്റ് തൈയാണ്. അതാണ് ഈ ചെറുതിലെ കാച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നാടൻ നെല്ലിയാണ്.
നെല്ലിയുടെ ഇതെല്ലാം കായ്ച്ചതാണ്, ഇതുണ്ടായിരുന്നു. ഇതെല്ലാം മുകളിൽ നിറച്ച് കായായിട്ടിരിപ്പുണ്ട്. അതിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള നെല്ലി തൈകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഇതൊക്കെ നമുക്ക് ബാരലിൽ നട്ട് നമുക്ക് വീട് മുറ്റത്ത് വെച്ച് കായ്പ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വെറൈറ്റി പെടുന്ന നെല്ലിയാണ് തൈ കാണുന്നത്. നെല്ലിക്കയുടെ നല്ല നെല്ലിക്ക ഉണ്ടായിരുന്നു. ഇതിൻ്റെ റെഡ് നെല്ലിയുണ്ട്, അതായത് അതിൻ്റെ തളിര് മുതൽ നെല്ലിക്ക വരെ നല്ല റെഡ് കളറായിരിക്കും. നെല്ലിയുടെ ഒരു 2 വെറൈറ്റി നെല്ലിയുടെ തൈകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇതൊക്കെ നമുക്ക് ബാരലിൽ വെച്ച് കഴിഞ്ഞാലേ ഇത് ആൾ സീസണായിട്ട് കായ്ക്കുന്ന നെല്ലിയാണ്. എല്ലാ സമയത്തും നെല്ലിക്കയാണ് ഇതിനകത്ത്. ഈ കാണുന്ന അവക്കാഡോയുടെ ട്രോപ്പിക്കൽ വെറൈറ്റി ബൾബ് ടൈപ്പ്, അതായത് നമുക്കിവിടെ സുലഭമായി നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന വെറൈറ്റിയാണ് ഈ അവക്കാഡോയുടെ ബൾബ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ ടൈപ്പാണ്. ഇതിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. കഴിഞ്ഞ ബാച്ചിൽ വന്ന തൈകളിലൊക്കെ കാവുണ്ടായിരുന്നു. ഇത് ഇത്രയുള്ള തൈകൾ തന്നെ നിറച്ച് കായായിട്ടാണ് കഴിഞ്ഞ ബാച്ചിൽ. ആ പ്ലാന്റുകളെല്ലാം പോയി. ഇതിന് ശേഷം വന്നത് ഇപ്പോൾ കായില്ല. ഇതെല്ലാം നമുക്ക് ബാരലിൽ വേണമെങ്കിലും വെച്ച് കായ്പ്പിക്കാം. നമ്മളെ തറയിലൊക്കെ നട്ട് കഴിഞ്ഞാൽ പ്രോട്ടീൻ കണ്ടൻറ്റ് ധാരാളമുള്ള ഏറ്റവും നല്ല നമ്മളെ പഴത്തോട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാ ദിവസവും നിത്യേനയുള്ള നമ്മുടെ ഭക്ഷണത്തോടൊപ്പം ഉൾപ്പെടുത്തേണ്ടതായ ഒരു ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് അവക്കാഡോ. ഈ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് വെറൈറ്റിയാണ്, മലേഷ്യൻ്റെയാണ്. ഏറ്റവും നല്ല ടേസ്റ്റുള്ള, അതായത് ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റിയാണ് ഈ മലേഷ്യൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്. അതിൻ്റെ ഇത് ഏകദേശം ഒരു 6 അടി കൂടുതൽ ഹൈറ്റുള്ള പ്ലാന്റുകൾ. ഇത് കാച്ചു തുടങ്ങിയതാണ്. അതിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളം ഇരിപ്പുണ്ട്. ഈ ഇരിക്കുന്നതെല്ലാം ചെറിയ പ്ലാന്റുകളാണ്. ഇതെല്ലാം ചെറുതാണ്, ധാരാളമുണ്ട് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ കളക്ഷൻ. ഈ കാണുന്നത് ഒലസോപ്പോ എന്ന് പറയുമ്പോഴത്തേക്ക് ശർക്കര പോലെ അത്രയും മധുരമുള്ള ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് ഈ കാണുന്നത് ഒലസോപ്പയുടെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകൾ. ഈ വലിയ പ്ലാന്റ് പൂവായി തുടങ്ങിയതാണ് ഈ ഇരിക്കുന്നത്. ഇത് കാക്കാറായതാണ്. കഴിഞ്ഞ പ്രാവശ്യം പൂ വന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇത് അതിൻ്റെ ചെറിയ പ്ലാന്റുകൾ. ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് ചെയ്തതാണ്, ചെറുതിലേക്ക് കായ്ക്കുന്നതാണ്. ഈ ഇരിക്കുന്ന കപ്പൽ, അതായത് പെർഫ്യൂം ഫ്രൂട്ട് എന്ന് പറയുന്ന കപ്പൽ, ഇന്തോനേഷ്യയിലെ രാജകൊട്ടാരത്തിൽ മാത്രം നട്ട് വളർത്തി അവർ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്രൂട്ടാണ് കപ്പൽ ഫ്രൂട്ട്. അതായത് ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2 ദിവസം വരെ നമ്മളെ വേർപ്പിന് പെർഫ്യൂമിൻ്റെ മണം വരുന്നൊരു ഫ്രൂട്ടാണ് ഈ കപ്പൽ ഫ്രൂട്ട്. അതിൻ്റെയും വലിയ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ഉണ്ട്. ഈ കാണുന്നത് മിയാമി സപ്പോട്ടോ, ഏകദേശം ഒരു ഫ്രൂട്ട് 1 കിലോയോളം വലിപ്പം വരുന്നൊരു വെറൈറ്റി ഫ്രൂട്ടാണ് മിയാമി സപ്പോട്ടോ. അതിൻ്റെ ചെറിയ പ്ലാന്റാണ് ഈ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്നത് ഏകദേശം 10 അടി കൂടുതൽ ഹൈറ്റുള്ളതാണ്. ഇതും ഫ്രൂട്ടിംഗ് ആയ പ്ലാന്റാണ് ഇതായി കാണുന്നത്. മിയാമി സപ്പോട്ടയുടെ ഏറ്റവും വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അബിയുവിൻ്റെ 30 കവറിലിരിക്കുന്ന ഒരു 15 അടി കൂടുതൽ ഹൈറ്റുള്ള, അതായത് ഫ്രൂട്ടിംഗ് ആയത് കാച്ചു തുടങ്ങി. അതായത് അതിനകത്ത് കാണാമ്പോൾ കാതിക്കുന്നുണ്ടായിരുന്നു കാവുള്ള, അത് കായ്ച്ചു തുടങ്ങിയതാണ് അബിയുവിൻ്റെ ചെറുതും വലുതുമായ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഈ ഇരിക്കുന്ന പ്ലാന്റ് എല്ലാം ഇത് നോക്കി ഇവിടെ എല്ലാം കായായതാണ് അബിയുവിൻ്റെ. ഇത് നിബിൾ ടൈപ്പാണ്. ഇത് സാധാ ചെറിയ അബിയു ഫ്രൂട്ടാണ്. ഇതിൻ്റെ ജൈൻറ്റ് അബിയു ഫ്രൂട്ടും ഉണ്ട് ഇതിനകത്ത്. ഇങ്ങോട്ടെല്ലാം കാതിപ്പുണ്ട്. അബിയുവിൻ്റെ ഒരു 3 വെറൈറ്റി നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇതിൻ്റെ ചെറുതുണ്ട്, മീഡിയം ടൈപ്പുണ്ട്, വലുതുണ്ട്. ഇതൊക്കെ ഇത് അമേരിക്കൻ്റെ ഫ്രൂട്ടാണ്. തണുപ്പിച്ച് കഴിച്ചാൽ ഐസ്ക്രീം കഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്ന ജെല്ലി പോലെ ഇരിക്കുന്ന നല്ല ഇളം പനനൊങ്ക് കഴിച്ചാലുള്ള ടേസ്റ്റ് ആയിരിക്കും ഈ അബി ഫ്രൂട്ടിൻ്റേത്. തണുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് ഈ കാണുന്ന അബി ഫ്രൂട്ട്. ഈ ഇരിക്കുന്നത് ഏകദേശം റംബുട്ടാൻ ഫ്രൂട്ടിൻ്റെ അതേപോലത്തെ ഒരു ടേസ്റ്റുള്ള കുറച്ചുകൂടെ ചെറിയൊരു ഫ്രൂട്ടാണ്. കൊലയിൽ നിറച്ച് കായ്ക്കുന്ന റംബുട്ടാൻ ഫ്രൂട്ട് കായ്ക്കുന്ന ആ ടൈമിലാണ് ഈ ലോങ്ങൻ്റെ ഫ്രൂട്ടുകൾ കായ്ക്കുന്നത്. അതിൻ്റെ കുറച്ചധികം വെറൈറ്റി ഉണ്ട്. ആൾ സീസൺ വെറൈറ്റി ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇതായി കാണുന്ന റെഡ് വെറൈറ്റിയുടെ ഗ്രാഫ്റ്റ് തൈകളാണ് ഇതേ കാണുന്നത്. ലോങ്ങൻ്റെ റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഈ കാണുന്ന ചെറുതും വലുതുമായിട്ടുള്ള ലോങ്ങൻ വെറൈറ്റി പെട്ട പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മാംഗോസിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇത് ചെറുതാണ്. ഇത് അതിൻ്റെ ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ടൈപ്പാണ് ഈ കാണുന്നത്. അതിൻ്റെ അടുത്ത ടൈപ്പ് ഈ കാണുന്നതാണ്. ഇതിൻ്റെ കാച്ചു തുടങ്ങിയ ഗ്രാഫ്റ്റ് തൈകളും ഉണ്ട്. ഈ കാണുന്നതെല്ലാം ഇതിപ്പോൾ ഏകദേശം ഒരു 6-7 അടിയോളം ഹൈറ്റുള്ള മാംഗോസിൻ്റെ ഏറ്റവും നല്ല പ്ലാന്റുകളാണ്. ഇത് നോക്കി 30 കവറിലിരിക്കുന്ന ഏറ്റവും വലിയ നല്ല കരുത്തുള്ള ഏറ്റവും നല്ല പ്ലാന്റുകളാണ്. ഇതിപ്പോൾ ഏകദേശം കായ്ക്കാറായതാണ്. ഇനി നട്ട് ഏകദേശം 1 വർഷം 1.5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കായ്ച്ചു തുടങ്ങും. അതിൻ്റെ ഏറ്റവും വലിയ പ്ലാന്റിൻ്റെ ധാരാളം കളക്ഷൻ നമുക്കിപ്പോൾ ഇവിടെ സ്റ്റോക്കുണ്ട്. ഇരിക്കുന്ന എല്ലാം മാംഗോസിൻ്റെ കായ്ക്കാറായ വലിയ പ്ലാന്റുകളാണ്. മിൽക്ക് ഫ്രൂട്ടിൻ്റെ കായോടുകൂടിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റാണ് മിൽക്ക് ഫ്രൂട്ടിൻ്റെ. ഈ ചെടി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലൊക്കെ ചെടിയായിട്ട് നട്ടാലും അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ ബാക്ക് ഇലയുടെ പുറകുവശത്ത് ഗോൾഡ് കളറാണ്. ഇത് രാത്രിയൊക്കെ ലൈറ്റിൻ്റെ പ്രകാശം തട്ടുമ്പോഴത്തേക്ക് ഇത് കാണാൻ നല്ല ഭംഗിയായിട്ട് അലങ്കാര ചെടി പോലെ നിൽക്കുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഈ മിൽക്ക് ഫ്രൂട്ട്. ഈ ഫ്രൂട്ടിനും ധാരാളം പോഷക ഗുണങ്ങളുള്ളതാണ്. അതിൻ്റെ വലുതും ചെറുതും ഏകദേശം ഒരു 10 അടിയോളം ഹൈറ്റുള്ള വലിയ പ്ലാന്റുകൾ വരെ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ധാരാളം സ്റ്റോക്കുണ്ട്. നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി ഓറഞ്ചാണ് ഈ കാണുന്നത്. നാഗ്പൂർ ഓറഞ്ചിൻ്റെ ഏകദേശം ഒരു 6-7 അടിയോളം ഹൈറ്റുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ധാരാളം നമുക്ക് സ്റ്റോക്കുണ്ട്. സപ്പോട്ടയുടെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം വെറൈറ്റി ഉണ്ട്. ബനാന സപ്പോട്ട, ക്രിക്കറ്റ് ബോൾ ടൈപ്പ്, റെഡ് സപ്പോട്ട എന്ന് പറയുമ്പോൾ കറയിലെ കവർപ്പില്ലാത്ത, അതായത് ഈ കാണുന്നത് പോലെ ചുവപ്പാണ്, നല്ല റെഡായിരിക്കും. അതിൻ്റെ അകവും പുറവും റെഡായിരിക്കും, കറയുടെ കവർപ്പില്ല. നമുക്ക് വീട് മുറ്റത്തൊക്കെ വെച്ച് ചെറുതിലേക്ക് കായ്പ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സപ്പോർട്ടാണ് റെഡ് സപ്പോർട്ട്. അത് ചെറുതിലേക്ക് കായ്ക്കുന്നതാണ്, ഗ്രാഫ്റ്റ് തൈയാണ്.
അതിൻ്റെ എല്ലാം വലിയ പ്ലാന്റുകളുണ്ട്. അതായത് ഈ ഇരിക്കുന്നതെല്ലാം കാച്ചു തുടങ്ങിയ വലിയ പ്ലാന്റുകളാണ്. അതായത് ഈ കാണുന്നതെല്ലാം സപ്പോട്ടയുടെ വേറെ വെറൈറ്റികളാണ് ഈ ഇരിക്കുന്നത്. ഇതെല്ലാം വേണ്ട ഫ്രൂട്ടോട് കൂടിയ പ്ലാന്റുകൾ. നമുക്ക് വീട് മുറ്റത്ത് കൊണ്ടുവച്ച് നട്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നല്ല വിളഞ്ഞ് പാകമായി നമുക്ക് പറിക്കാൻ പറ്റുന്ന പാകത്തിലിരിക്കുന്ന വലിയ തൈകളാണ് ഈ കാണുന്നത്. ഈ ഇരിക്കുന്ന ഞാവലിൻ്റെ വിവിധ വെറൈറ്റികളാണ്. ഇത് ഞാവലിൻ്റെ തായ്ക്കിങ് വെറൈറ്റിപ്പെട്ട അതിൻ്റെ ഇല കാണുമ്പോൾ പറയും വലിയ ഞാവലാണ്. അതിൻ്റെ കാച്ചു തുടങ്ങിയ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു കായ്ക്ക് ഏകദേശം ഒരു 50 ഗ്രാം തൂക്കം വരും ഒരു കായ്ക്ക്. അത്രയും വലിപ്പമുള്ളതാണ് തായ്ക്കിങ് ഞാവലിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം വെവ്വേറെ വെറൈറ്റികൾപ്പെട്ട ഞാവലിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. ഇത് തായ് ജംബോ വെറൈറ്റിപ്പെട്ട ഞാവലിൻ്റെ ചെറിയ തൈകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് കിളി ഞാവൽ. ഇതൊക്കെ നമുക്ക് വീട് മുറ്റത്ത് ചെടി പോലെ അലങ്കാര ചെടി പോലെ നട്ട് കായ്പ്പിക്കാൻ പറ്റും. നിത്യേന നമുക്ക് ഞാവൽപ്പഴം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ കിളിഞ്ഞാവലിൻ്റെ തൈകൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾ സീസണായിട്ട് എപ്പോഴും കായ്ക്കുന്നതാണ്. കുയിൽ പോലുള്ള കിളികൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് വന്നിരുന്ന് കഴിക്കുന്നൊരു പ്ലാന്റാണ് ഈ കിളിഞ്ഞാവൽ. ഇത് ഷുഗർ നോർമൽ ആവാനായിട്ട് ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ പറിച്ച് നിത്യേന കഴിക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഗുണകരമായൊരു പ്ലാന്റാണ് ഈ കിളിഞ്ഞാവൽ. പേരയുടെ ഇന്ന് കിട്ടാവുന്ന എല്ലാ വെറൈറ്റിയും അത് തായ് പിങ്ക് പേരയാണ് ആയിരിക്കുന്നത്. VNR പേര, അത് പോയിട്ട് ക്രിപ്സൺ റെഡ് എന്ന് പറയും. അതായത് റെഡ് ഡയമണ്ട്, വൈറ്റ് ഡയമണ്ട്. അതായത് ഇരിക്കുന്ന വൈറ്റ് ഡയമണ്ടാണ്, ഈ ഇരിക്കുന്ന റെഡ് ഡയമണ്ടാണ്. റെഡ് ഡയമണ്ടിൻ്റെ പേര എന്ന് പറഞ്ഞാൽ സീഡില്ല. ചിലപ്പോൾ ചിലതിലൊരു 4-5-6 സീഡ് കാണുന്നുണ്ട്, ചെറുതിലെ കായ്ക്കുന്നതാണ്. ഇതായി ഇരിക്കുന്നത് ഇതെല്ലാം കായോടുകൂടി, ഇതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇത് നോക്കിയേ, ഇത് സീഡില്ലാത്ത ജപ്പാൻ ഗുവ റെഡ് ഡയമണ്ട് എന്ന് പറയും. അതായത് ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഈ പേര. ഇതിൻ്റെ ബ്ലാക്ക് ഡയമണ്ടാണ് ഇതായിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്നുള്ള പേരകളിൽ ഏറ്റവും നല്ലതാണ്. ഇതും കാച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഇത് നോക്കിയേ, ഇതിനകത്ത് സീഡ് വളരെ കുറവായിരിക്കും. ചിലതിലൊരു 4-5 സീഡാണ്, ചിലതിൽ സീഡ് കാണില്ല. ഏകദേശം ആപ്പിളിൻ്റെ അതേ ടേസ്റ്റുള്ളൊരു നല്ല വെറൈറ്റി പേരയാണ് ഈ ഇരിക്കുന്ന വെറൈറ്റി പേരകൾ. ഇന്നിപ്പോൾ പേരയ്ക്ക് ഏറ്റവും ഡിമാൻഡുള്ള ഈ 3 വെറൈറ്റി ഏറ്റവും ഡിമാൻഡുള്ള വൈറ്റ് ഡയമണ്ട്, റെഡ് ഡയമണ്ട്, ബ്ലാക്ക് ഡയമണ്ട്. അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ നഴ്സറിയിൽ ഇപ്പോൾ ധാരാളമുണ്ട്. മറ്റൊരു ബാരലിൽ നട്ട് കായ്പ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റി മാവ് എന്ന് പറയുമ്പോൾ കേറ്റിമോൺ മാവ്. നമ്മുടെ ഇവിടെ ബാരൽ വെച്ചിരിക്കുന്നതാണ്. അതിൽ നിറച്ച് മാങ്ങ ഇവിടെ നിൽപ്പുണ്ട് ഇരിക്കുന്ന. ഇതിൻ്റെയും ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. നമ്മുടെ വീട്ടിൽ അധികം പ്ലാന്റുകൾ വയ്ക്കാൻ സ്ഥല സൗകര്യമില്ലാത്തവർക്ക് ഒരു മാവാണ് വയ്ക്കാൻ സ്ഥലമുള്ളതെങ്കിൽ ഒരു മാവ് വെച്ചാൽ അതിലൊരു 4-5 വെറൈറ്റി മാങ്ങ കായ്ക്കുന്ന മൾട്ടി ഗ്രാഫ്റ്റ് മാവിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. അതായത് ഈ ഇരിക്കുന്നതിൽ 4 വെറൈറ്റി ഉണ്ട്. ഇത് ബനാന മാംഗോ ഇതിനകത്തുണ്ട്, ഇതിനകത്ത് മിയാസാക്കി ഉണ്ട്, കേറ്റിമോൺ ഉണ്ട്, നാംഡോക്ക് മായി. ഇതിലൊരു 4 വെറൈറ്റി മാവ് ഇതിനകത്തുണ്ട്. ആ ഒരു മാവിൽ ഇതിനകത്തിരിക്കുമ്പോഴത്തേക്ക് കോക്കനട്ട് മാംഗോ ഉണ്ട്, മിയാസാക്കി ഉണ്ട്, മല്ലിക മാവ് ഇതിനകത്ത് 3 എണ്ണം ഉണ്ട്. ഏകദേശം നമുക്ക് 5 തൈ ഗ്രാഫ്റ്റ് വരെ വരുന്ന തൈകളുണ്ടായിരുന്നു. ഒരു മാവിൽ തന്നെ ഏകദേശം നമുക്ക് 5-6ഓളം വെറൈറ്റി ബഡ് ചെയ്ത തൈകൾ നമുക്ക് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് 2 തൈ ഇരിപ്പുണ്ട്. ഇതിനകത്തും ഏകദേശം 4 വെറൈറ്റി ഇതിനകത്ത് ബഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതിൽ 3 വെറൈറ്റി ഉണ്ട്. ഈ കാണുന്നതിൽ ഇതിനകത്ത് 3 വെറൈറ്റി ഇതിനകത്ത് ബഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടി ഗ്രാഫ്റ്റ് മാവിൻ്റെ തൈകളാണ്. ഇതിൻ്റെ ധാരാളം പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഞാൻ നമ്മുടെ നഴ്സറിയുടെ വീഡിയോകൾ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ഇഷ്ടത്തോടെ പറയുന്നൊരു കാര്യമാണ് ഈ സീഡ്ലെസ് നാരകം. സീഡ്ലെസ് നാരകം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഇവിടുത്തെ അല്ല, വിദേശ ഒരു വെറൈറ്റിപ്പെട്ട ഒരു നാരകമാണ് സീഡ്ലെസ് നാരകം. വിദേശത്ത് ഏറ്റവും കൂടുതൽ ജ്യൂസിന് ഉപയോഗിക്കുന്ന ഒരു നാരകമാണ് ഈ സീഡ്ലെസ് നാരകം. അതായത് തോലും കൂടെ കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണവും ടേസ്റ്റുമാണ്. ജ്യൂസ് അടിച്ച് ഗ്ലാസ്സിൽ ഒഴിക്കുന്ന ടൈമിൽ അത് കാണുമ്പോൾ പാല് പോലെ ഇരിക്കും. അതേപോലെ അതിൻ്റേതായ ടേസ്റ്റും അതാണ്. നമ്മളെ വീടിനകത്ത് ഒരു ജ്യൂസ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ വീട് മൊത്തം മണമടിക്കും. അതിൻ്റെ ഒരു കൊലയിൽ ഒരു 10-15 നാരങ്ങ വരെ കായ്ക്കും. അതിൽ ഒരുവിധമായ സീഡും അതിനകത്ത് ഉണ്ടാവില്ല. ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഈ കാണുന്നതാണ് സീഡ്ലെസ് നാരകം. ഇത് കൊലയിൽ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ വലിപ്പം കൂടുതലായിരിക്കും, സീഡൊന്നും കാണില്ല. ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ടായാലും സലാഡിൽ ഉപയോഗിക്കാനായാലും ഏറ്റവും നല്ലൊരു നാരകമാണ് ഈ കാണുന്നത്. ഇത് കണ്ടായിരുന്നോ? ഇതാണ് സീഡ്ലെസ് നാരകം. ഇത് ഒരു വീട്ടിൽ ഒരെണ്ണമെങ്കിലും നട്ട് കഴിഞ്ഞാൽ ആൾ സീസണായിട്ട് കായ്ക്കുന്നതാണ്. നമ്മുടെ സാധാ നാരങ്ങ കാർബൈഡ് വെച്ച് പഴുപ്പിച്ചതേ കിട്ടുള്ളൂ. അത് സീസൺ ഇല്ലാത്തപ്പോഴത്തേക്ക് നമുക്ക് കാർബൈഡ് വെച്ച് പഴുപ്പിച്ചാണ് കിട്ടുന്നത്. ആ നാരകത്തിൽ അതിൻ്റേതായ വിഷാംശങ്ങൾ അടങ്ങിയതാണ്. അതിൻ്റെ യാതൊരു ഇതുമില്ലാതെ ഇത് നമുക്കൊരു ബാരലിൽ ഒരെണ്ണം വീടിൻ്റെ മുകളിലോ, സ്ഥലമില്ലാത്തവർക്ക് വീടിൻ്റെ മുകളിൽ എവിടെയെങ്കിലും വയ്ക്കാം. വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും മുള്ളുള്ളത് കൊണ്ട് സൈഡ് ഒതുക്കി എവിടെയെങ്കിലും വയ്ക്കാം. നമുക്ക് ഫുൾ ടൈം ഒരു വർഷത്തിൽ എല്ലായ്പ്പോഴും നാരങ്ങ കിട്ടുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി നാരകമാണ് ഈ സീഡ്ലെസ് നാരകം. നമ്മുടെ നഴ്സറിയിലെ ഫ്രൂട്ട്സ് പ്ലാന്റുകളിൽ, അതായത് ഫ്രൂട്ട് ഐറ്റത്തിൽ റംബുട്ടാൻ്റെ വരിക്ക റംബുട്ടാൻ, അതായത് നമ്മുടെ ഈന്തപ്പഴം കുരു ഇളകുന്നത് പോലെ കുരു ഇളകി വരുന്ന വലിപ്പം കൂടുതലുള്ള ഏകദേശം ഒരു 12ഓളം വെറൈറ്റി റംബുട്ടാൻ നമ്മുടെ നഴ്സറിയിലുണ്ട്. അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത്. മഞ്ഞ വെറൈറ്റിപ്പെട്ട 2 എണ്ണം ഉണ്ട്, സീസറുണ്ട്, വലിപ്പം കൂടുതലായിരിക്കും, അത് കൊലയിൽ എണ്ണം കുറവായിരിക്കും. അതായത് N18 റംബുട്ടാനാണ് ഇന്നുള്ളതിൽ ഏറ്റവും നല്ല റംബുട്ടാൻ. വ്യാവസായികമായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വെറൈറ്റി റംബുട്ടാൻ എന്ന് പറയുമ്പോഴത്തേക്ക് N18 ആണ്. അതിൻ്റെ ചെറിയ തൈ നമുക്ക് 150 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അതിൻ്റെ കാച്ചു തുടങ്ങിയ വലിയ പ്ലാന്റുകൾ വരെ ഉണ്ട്. ഈ ബോർഡിൽ കാണുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 12ഓളം വെറൈറ്റി റംബുട്ടാൻ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള തൈകൾ ധാരാളമുണ്ട്. കായോടുകൂടി, അതായത് ഏകദേശം
ഇതിൻ്റെ സീസൺ ആയപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് റംബുട്ടാൻ ഇവിടെ ചിലവുള്ളത് കായോടുകൂടിയുള്ള റംബുട്ടാനായിരുന്നു. ഈ കാണുന്നത് റംബുട്ടാൻ ഫ്രൂട്ടിൻ്റെ പകരക്കാരൻ എന്നറിയപ്പെടുന്ന പുതിയൊരു വെറൈറ്റി പ്ലാന്റാണ് പുലാസാൻ. പുലാസാൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അത് റംബുട്ടാനേക്കാളും കുറച്ചുകൂടെ ചെറുതിലെ കായ്ക്കുന്നതാണ്. ഈ കാണുന്നതെല്ലാം ഹോം ഗ്രൗണ്ട് തൈകളാണ്. ഹോം ഗ്രൗണ്ടിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഹോം ഗ്രൗണ്ടിൽ കിട്ടാവുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റും നമ്മുടെ നഴ്സറിയിലുണ്ട്. അതേ വിലയ്ക്ക് നമ്മുടെ നഴ്സറിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. നഴ്സറി എക്സ്റ്റൻഷൻ്റെ പാതയിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ചൈനീസ് ബാവ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ധാരാളം ആവശ്യക്കാർ നമ്മുടെ നഴ്സറിയിൽ ആവശ്യമായി വന്നിട്ടുണ്ട്. ഇത് CC പ്ലാന്റാണ്. ബെഡ്റൂമിലൊക്കെ ധാരാളം ഓക്സിജൻ പ്രദാനം ചെയ്യാൻ കഴിവുള്ളൊരു പ്ലാന്റാണ് CC പ്ലാന്റ്. അതിൻ്റെ ബ്ലാക്ക് വെറൈറ്റിയാണ് നമുക്കിവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഗ്രീൻ മാത്രമായിട്ടുള്ളൊരു സെക്ഷനും ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം ഇപ്പോൾ കഴിഞ്ഞു പോയി. ലക്കി ബാമ്പുവിൻ്റെ സെക്ഷനാണിത്. 3 ലെയറിൻ്റെയും 2 ലെയറിൻ്റെയും സെക്ഷൻ നമുക്കിവിടെ ഉണ്ട്. മണി പ്ലാന്റിൻ്റെ സെക്ഷനുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലും മണ്ണിലും നമുക്കിത് നട്ട് വളർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സീഡിൻ്റെ വലിയൊരു സെക്ഷൻ നമുക്കുണ്ട്. എല്ലാ വെജിറ്റബിൾസിൻ്റെ സീഡ് നമുക്കിവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ സീഡും നമുക്ക് ലഭ്യമാണ്. ഇത് കൃഷിയിടങ്ങളിൽ നമ്മൾ പുല്ലൊക്കെ മുളയ്ക്കാതിരിക്കാൻ വേണ്ടിയും കളകളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വീറ്റ് മേറ്റാണ്. നമുക്കിത് ധാരാളം ഇവിടെ നിന്ന് സെയിലായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ തെങ്ങിൽ ചെല്ലിക്ക് വേണ്ടിയിട്ട് ചെല്ലി വരാതിരിക്കാനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രൊട്ടക്ടർ 2 ടൈപ്പ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. എപ്സം സാൾട്ട് ഓർക്കിഡ് പ്ലാന്റ്സിനും റോസ് ഫ്ലവറിനും ഒക്കെ ഉപയോഗിക്കുന്ന ബ്ലൂമർ, ചെടികൾ കായ്ക്കാനും പൂക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന DAP, ചെടികൾ നടുമ്പോൾ ഉപയോഗിക്കുന്ന സ്യൂഡോമോണസ്, അതുപോലെ പലതരത്തിലുള്ള ജൈവവളങ്ങൾ, തെങ്ങ് കായ്ക്കാനും കൊച്ചിങ്ങ തൊഴിയാതിരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ബൊറാക്സ്, ഡോളോമൈറ്റ്, അതുപോലെ തന്നെ ഫംഗിസൈഡ് അതിൽ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാഫ്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കിവിടുന്ന് സ്പ്രെയർ ഉണ്ട്. എല്ലാ ടൈപ്പിലുമുള്ള സ്പ്രെയർ നമുക്കിവിടുന്ന് ലഭ്യമാണ്. ചെറുതും വലുതുമായിട്ടുള്ള സ്പ്രേയേഴ്സ് ഉണ്ട്. ഫ്ലവറിങ്ങിന് ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. നമുക്ക് പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. പിന്നെ ഓർക്കിഡിനൊക്കെ ഉപയോഗിക്കുന്ന ചാർക്കോൾ, മറ്റ് എല്ലാ തരത്തിലുള്ള കൃഷിക്ക് ഉപയോഗിക്കുന്ന ജൈവവളങ്ങളും അനുബന്ധമായ സാധനങ്ങളും നമുക്കിവിടുന്ന് ലഭ്യമാണ്. ഹൈ ക്വാളിറ്റിയുള്ള അഗ്രി ടൂൾസ് നമ്മുടെ ഗ്രീൻസ് നഴ്സറിയിൽ ലഭ്യമാണ്. ഇവിടെ കാണുന്ന ഈ ടോട്ടൽ കമ്പനിയുടെ എല്ലാ ടൂൾസിനും 15% വരെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൂൾസ് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നത്. ഇത് സ്പ്രെയറായിട്ട് ഉപയോഗിക്കാവുന്നത്, അതിൽ ഹോസിലും ടാപ്പിലുമൊക്കെ കണക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ടൂൾസ് ഉണ്ട്. കാർ വാഷിങ്ങിനും മറ്റുമായി നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ക്വാളിറ്റിയുള്ള ടൂൾസാണിത്. നൈഫ്, ചെറുതും വലുതുമായിട്ടുള്ള നൈഫ്, ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൂൾസാണ് നമ്മൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നത്. കൂടാതെ ആക്സ്, നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, വേറെ ആരുടെ ആശ്രയമില്ലാതെ തന്നെ നമുക്ക് ചെറിയ ചെറിയ വിറകുകളെല്ലാം കീറിയെടുക്കാനായിട്ട് നമുക്ക് ഈ ആക്സ് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഗാർഡൻ ടൂളാണ്. ചെടി പോട്ടിലൊക്കെ നമുക്കിങ്ങനെ ചെറിയ രീതിയിൽ തന്നെ അത് മണ്ണിളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസാണ്. നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് ഈ പ്രോഡക്ട്സ്. ഇതെല്ലാം നമ്മൾ 15% ഡിസ്കൗണ്ടിലാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വീട്ടമ്മമാർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഉൾപ്പെടെ നമുക്ക് ചെടികളൊക്കെ ഇങ്ങനെ മണ്ണിളക്കാനും മണ്ണ് കോരിയെടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ടൂൾസാണ് ഇവിടെ നിന്നുള്ളത്. ഇതും അത്തരത്തിലുള്ള ടൂൾസുകൾ തന്നെയാണ്. ഇത് നമുക്ക് കട്ടിങ്ങിന്
മരങ്ങളൊക്കെ നന്നായിട്ട് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടോട്ടലിൻ്റെ കമ്പനിയുടെ തന്നെ നല്ല ടൂളാണ്, നല്ല ക്വാളിറ്റിയിൽ വരുന്ന ടൂളാണ്. ഇതിനും 15% ഡിസ്കൗണ്ടാണ് നമ്മൾ നൽകുന്നത്. അതുപോലെ തന്നെ പ്രൂണിങ് കട്ടർ, ഇത് മണ്ണൊക്കെ നമുക്കിങ്ങനെ കോരിയെടുക്കാവുന്ന ചെറിയ ടൂൾസാണ്, നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ്. ഇത് കുഞ്ഞുങ്ങൾക്കും വീട്ടമ്മമാർക്കും എല്ലാം അനായാസം ചെടിയൊക്കെ മണ്ണിളക്കി കൃഷി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ടൂൾസ് തന്നെയാണ് നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നത്. വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ അതിവേഗത്തിൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കട്ടിംഗ് വാളാണിത്. നല്ല ഷാർപ്പായിട്ടുള്ള ഒരു എക്സ്ട്രാ പ്രോഡക്റ്റാണിത്. ഇതും നമുക്ക് 15% ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഗുണമേന്മയുള്ള തേനുകൾ അന്വേഷിച്ച് നമുക്ക് വേണ്ടി ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള തേനിൻ്റെ കുപ്പികൾ. കാരണം വലുതും ചെറുതുമായിട്ട് 1 ലിറ്റർ, 1/2 കിലോ എന്നീ അളവിൽ നമുക്ക് തേനുകൾ ലഭ്യമാണ്. വെളുത്തുള്ളി തേന്, ഇഞ്ചി തേന് തുടങ്ങിയ നിരവധി വെറൈറ്റിയിലുള്ള നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും മറ്റുമുള്ള വിവിധ തരത്തിലുള്ള തേനുകൾ ഇവിടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ വിവിധ ഫെർട്ടിലൈസേഴ്സുകൾ, ആൻറ്റി ഫംഗസുകളായിട്ടുള്ള മരുന്നുകളും നമുക്കിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ഓൺലൈൻ മുഖേനയോ അല്ലാതെ നേരിട്ട് വന്നോ നമ്മുടെ ഇവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഗ്രീൻ നഴ്സറിയിൽ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ പോട്ട്സുകളുണ്ട്. പിന്നെ ഹാങ്ങിങ് പോട്ട്സ്, പോളിമർ പോട്ട്സിൽ പല ഐറ്റം പോട്ട്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഒരു നിരവധി പോട്ട്സുകൾ പല ഷേപ്സിലൊക്കെയുള്ള നിരവധി പോട്ട്സുകളൊക്കെ അവൈലബിൾ ആണ്. ഇതും പോളിമർ ബോട്ടിലുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് വെയിലും മഴയും കൊണ്ടാലൊന്നും കളർ ഫെയ്ഡാവാതെ ഉപയോഗിക്കുന്ന പോട്ട്സാണ്. പിന്നെ ഹാങ്ങിങ് പോട്ട്സിൽ പല വെറൈറ്റി പോട്ട്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഹാങ്ങിങ് പോട്ട്സിൽ ഹണി പോട്ട്സ്, ഇങ്ങനെ പല വെറൈറ്റി പോട്ട്സുകളും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഔട്ട്ഡോറായിട്ട് വയ്ക്കാൻ പറ്റിയ പോട്ട്സുകളാണ് ഇതൊക്കെ. പിന്നെ പല റേറ്റിനും നല്ല ഓഫർ പ്രൈസിൽ കിടക്കുന്ന പോട്ട്സുകളാണ് ഇതൊക്കെ. നമ്മുടെ ഈ നഴ്സറിയിൽ ഗ്രോ ബാഗ്സ് അവൈലബിൾ ആണ്. നമുക്ക് പല സൈസ് 8 സൈസ് വരെ ഗ്രോ ബാഗ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം 10 വർഷം വരെ ലൈഫുള്ള ഗ്രോ ബാഗ്സ് ആണ്. ഇതുപോലെ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ വാഴ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടാനും വെയിൽ കൊണ്ടാലൊന്നും അത് പെട്ടെന്നൊന്നും നശിക്കാത്ത ടൈപ്പ് വലിയ ഗ്രോ ബാഗ്സ് അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ അതുപോലെ ചെറിയ ബാഗുകളും നമുക്ക് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും കാണാറുണ്ട്. ഞാൻ ചാനൽ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഞാൻ വന്നത്. അതെ. മുന്നേ ആദ്യം ചാനൽ കണ്ടിട്ട് കഴിഞ്ഞ 1 വർഷം മുന്നേ ഞാൻ ഒന്ന് വിയറ്റ്നാം വെല്ലി ഞാൻ കുറച്ചെടുത്തായിരുന്നു. 50 മൂടോളം വിയറ്റ്നാം വെല്ലി എടുത്തു. അപ്പോൾ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. കായ്ക്കുന്നുണ്ട്. കുറേ ഞാൻ പല സ്ഥലങ്ങളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ തെങ്ങ് ശ്രീലങ്കൻ. ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ ഇവിടെ? അതെ തീർച്ചയായിട്ടും. ഇന്നിപ്പോഴും വീണ്ടും ഞാൻ കുറച്ച് അത്യാവശ്യം തെങ്ങിൻ തൈ എടുത്തിട്ടുണ്ട്. വലിയ പ്ലാന്റുകളും എടുത്തിട്ടുണ്ട്. ഇപ്പോഴേ ഞാൻ കുറ്റിയാടി ഒരു 20 മൂടോളം എടുത്തു. പിന്നെ നമ്മുടെ രാംഗംഗയില്ലേ, രാംഗംഗ വലുത് നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ നഴ്സറി പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെട്ടു? 100%. അതുകൊണ്ടാണല്ലോ ഞാൻ ഏകദേശം 60-70 കിലോമീറ്റർ ഉണ്ട്. താമസം ഞാൻ വർക്കലയാണ്. അതെ. എൻ്റെ പേര് ഷഹാൻ, ഞാൻ വർക്കലയിൽ നിന്ന് വരെയാണ്. ഇതെൻ്റെ വൈഫ് ജീമ. തൈയുടെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വരുന്നത്. ഒരു 4-ാമത്തെ 5-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നത്. നമുക്കിവിടെ ചെടികളില്ല, ചെറുതും വലുതും ഉണ്ടല്ലോ. ഇന്ന് കിട്ടാവുന്ന സ്വദേശി വിദേശമായിട്ടുള്ള എല്ലാ വെറൈറ്റി ഫുഡ് പ്ലാന്റും നമ്മുടെ നഴ്സറിയിലുണ്ട്. നോക്കിയായിരുന്നു സാർ? അതെല്ലാം ഞാൻ കണ്ടു. ഞാൻ ഓൾറെഡി മാംഗോസ്റ്റിൻ, പിന്നെ വലിയ പ്ലാന്റ് ഉണ്ട്, കായോടുകൂടിയ പ്ലാന്റുകളുണ്ട്. അതിപ്പോ കഴിഞ്ഞായിരുന്നു. അതെല്ലേ? മിൽക്ക് ഫ്രൂട്ട്, നെല്ലി, ഇതൊക്കെ കായായിട്ടുള്ള അതൊക്കെ കണ്ടായിരുന്നു. മാംഗോസ്റ്റിന്റെ ഞാൻ മീഡിയം ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മീഡിയം ടൈപ്പ് ചെറുതാകുമ്പോൾ ഒരുപാട് വർഷം എടുക്കും. എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ടിന്റെ ടൈമാണ് ഇപ്പോൾ. കായുള്ള പ്ലാന്റുകളുണ്ട്. ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ വെക്കാനുള്ള ആ ഒരു സ്ഥലം ഏരിയ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സാർ. നമ്മുടെ നഴ്സറിയിലെ കന്യാകുമാരി ജില്ലയിൽ നിന്ന് ധാരാളം ആൾക്കാർ വന്ന് നമ്മുടെ പ്ലാന്റ് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ പ്ലാന്റുകളുടെ ക്വാളിറ്റി കണ്ട് മനസ്സിലാക്കിയിട്ട് അത് കാണുന്നവർ വീണ്ടും അവിടെ നിന്ന് വരുന്നുണ്ട്. ഇത് മാർത്താണ്ഡത്താണ് വീട്. മനു എന്നാണ് പേര്. നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളവിടെ വന്ന് ധാരാളം പ്ലാന്റുകൾ എടുത്ത് പോകുന്ന ആളാണ്. നഴ്സറി നല്ലതായിരിക്കുന്നുണ്ടല്ലേ നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന് അവിടെ നിന്ന് ഇവിടെ വരുന്നത്. മാർത്താണ്ഡത്ത് എങ്ങനെയായിരുന്നാലും ഒരു 35-40 കിലോമീറ്റർ ഇവിടെ വരണമെങ്കിൽ ഇവിടെ നല്ല ക്വാളിറ്റി ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അത് ഇത്രയും ദൂരം വന്ന് ഇന്ന് ഇവിടുത്തെ സാധനം കൊള്ളാം. അതുകൊണ്ടാണ് കുറച്ച് പപ്പായ ഇടയ്ക്കിടത്ത് കുറച്ച് വന്ന് ഇന്നില്ല. അതിനുവേണ്ടി വന്നതാണ് ഇത്രയും ദൂരത്തെ. ഇതിനു വേണ്ടി ഇനിയും വരും. സാർ എത്ര കാലം നടത്തുന്നു അത്രയും കാലം നമ്മൾ വരും.
അതിനുള്ള വിശ്വാസമാണ് വരുന്നത്. ഇല്ലെങ്കിൽ വരില്ല. നമ്മൾ ഇവിടെ വെച്ചു, ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നല്ലതായിട്ട് വന്നു. പിന്നീട് കഴക്കൂട്ടത്ത് എൻ്റെ അമ്മയുടെ വീട്ടിലും കുറച്ച് തിങ്സ് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. എല്ലാം ഇവിടെ നിന്ന് ഇതുണ്ട്, മറ്റേ ഇത് മാവ്, പ്ലാവ് എല്ലാം. ദൂരം ഒരു പ്രശ്നമല്ല. സാധനം സാറുടെ നല്ലതായിരിക്കുന്നതുകൊണ്ട് ദൂരം ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല നമുക്ക്. തെങ്ങ് കാച്ചായിരുന്നോ? ഇല്ല, തെങ്ങ് നമ്മളിവിടെ കാച്ചില്ല. മറ്റേ കഴക്കൂട്ടത്ത് വെച്ച് അത് വെച്ച കാച്ചു തുടങ്ങി. ഇപ്പൊ പൂ വരാൻ തുടങ്ങി. തെങ്ങ് ശ്രീലങ്കൻ, എന്ത് ശ്രീലങ്കൻ? ശ്രീലങ്കൻ വേണ്ടി നല്ല കൊള്ളാം, നല്ല വലിപ്പമുള്ള തേങ്ങയാണ്. അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതല്ല, ഇതിവിടെ വന്നപ്പോൾ ഈ സാധനം കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചതാണ്. വരാറുണ്ട്. ഒരു 3 മാസം 4 മാസം. ഇപ്പോൾ വന്ന് കുറച്ച് ദിവസമായി. അടുത്ത് മാവ് കായ്ക്കാൻ സമയമായി. പ്ലാവ് അങ്ങനെ തന്നെ പൂ ഇടാറുണ്ട്. ഇട്ട് നിൽക്കുന്നു. ശരി, ഇന്ന് പിന്നെ ഈ റൂട്ട് വന്നപ്പോൾ ഇങ്ങോട്ടൊന്ന് വരാമെന്ന് പറഞ്ഞു വന്നതാണ്.